പ്രൈസ് ലോർഡ്. ആസാദി എക്സ്ക്ലൂസീവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വളരെ വ്യത്യസ്തമായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസാദി ചാനലിൽ ചെയ്തിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസുകളിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഗസ്റ്റായിട്ടുള്ളത് പ്രിയപ്പെട്ട ആൻസൺ തോമസ് സാറാണ്. ബോംബെയിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കൊക്കെ വളരെ സുപരിചിതമാകുന്ന പേരാണ്. പരിചയപ്പെടുത്തലുകൾക്ക് ആവശ്യമില്ല. വളരെ സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ആദരവോടുകൂടെ പ്രിയ ആൻസൺ തോമസ് സാറിനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. സ്ട്രീറ്റിലാണല്ലേ? കൽക്കട്ടയിലെ സോണാഗാച്ചി എന്ന് പറഞ്ഞ ഇവിടുത്തെ ചുമന്ന തെരുവിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ. അതെ, ശരിക്കും ഇത് ചുമന്ന തെരുവിൽ നിന്നൊരു ഡയറക്റ്റ് റെക്കോർഡിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പക്ഷേ ഞങ്ങളുടെ ചാനൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റെക്കോർഡിംഗ് നടക്കുന്നത്. സാധാരണ നമ്മൾ മുറിയുടെയൊക്കെ കംഫർട്ട് സോണിൻ്റെ അകത്താണ് റെക്കോർഡിംഗ് നടക്കുന്നത്. ഇത് ശരിക്കും സാറിൻ്റെ എന്താ പറയേണ്ടത്, യുദ്ധഭൂമി അല്ലേ? നമ്മുടെ ആ ഒരു ബാറ്റിൽ ഗ്രൗണ്ടിൽ തന്നെ നിന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നു. പ്രശ്നങ്ങളില്ലല്ലോ അല്ലേ ഇങ്ങനെ റെക്കോർഡിംഗ് നമ്മൾ ചെയ്യുമ്പോൾ? ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചുമന്ന തെരുവാണ്. എന്റെ പക്ഷേ ദൈവകൃപയാണ്. ഞാൻ രാവിലെ ആണെങ്കിൽ കുറച്ച് ഇവിടെ ജനിച്ചിരിക്കുന്ന കുട്ടികളെ കൊണ്ടുപോയി ഫുട്ബോളിന്റെ ഒരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടില്ല, അവരെ കൊണ്ടുപോയി വിട്ടേച്ചെന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഇരിക്കുവാണ്. സോ എന്റെ വളരെ ഉള്ള എന്നെങ്കിൽ താങ്ക്സ് ആസാദി ടിവിക്കും ആൻഡ് ഓൾസോ ടു പാസ്റ്റർ ഫിനി. എനിക്ക് ഈ ഒരു അവസരമാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കൂടുന്നെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം ആണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ടുള്ള തന്നിരിക്കുന്ന അവസരത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം. ആൻഡ് ഞാൻ ബോംബെയിൽ ജനിച്ചതാണ്, ഞാൻ മലയാളിയാണ്. പക്ഷേ എന്റെ മലയാളം അത്രയും ആണെങ്കിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നതിന്റെ കൂട്ട് അത്രയും ആണെങ്കിൽ ക്ലിയർ അല്ലായിരിക്കും. അതിനുവേണ്ടി എന്റെ ആണെങ്കിൽ അപ്പോളജീസ് ഫോർ ദാറ്റ്. കുഴപ്പമില്ല സാറേ, ഇടയ്ക്ക് 1-2 ഇംഗ്ലീഷ് വാക്കുകൾ വന്നാലും നമുക്ക് ഓക്കെയാണ്. ഈ ഒരു സെഷൻ നമ്മൾ വളരെ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനൊക്കെ അല്ലേ നടക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അന്ന് സാറ് ഇലക്ഷന് നിന്നു. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഈ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ അത് പിന്നെ പെരുമാറ്റച്ചട്ട ലംഘനം, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അങ്ങനെയൊക്കെ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്തത്. ഇലക്ഷന് നിന്ന കഥ ആദ്യമായിട്ടല്ലേ അന്ന് ഇലക്ഷന് നിന്നത്? യെസ്, എന്റെ ആദ്യത്തെ ലോക്സഭ ഇലക്ഷന്റെ ഒരിതായിരുന്നു. പക്ഷെ അത് ദൈവത്തിന്റെ ഒരു കൃപയായിരുന്നു. ദൈവമാണെങ്കിൽ എന്നെ ഈ ഒരു ഇലക്ഷൻ ആണെങ്കിൽ വോട്ടിപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു അവസരം തന്നു. കാരണം പലപ്പോഴും ആൾക്കാർ പറയുന്ന ഇലക്ഷൻ മത്സരിക്കാനാണെങ്കിൽ പണം വേണം, മസിൽ പവർ വേണം. പക്ഷേ എനിക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ആണെങ്കിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ എന്റെ നേട്ടം. സോ ഈ ഇലക്ഷൻ നിന്നത് ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല, പക്ഷേ ഇതിൽ കൂടെ എങ്ങനെ നമുക്കൊരു സാധാരണ ഒരു മനുഷ്യനും ആണെങ്കിൽ നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കാൻ പറ്റും എന്നുള്ളത് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ദാറ്റ്. അതെ, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു സാറേ. സാറൊരു ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാനൊക്കത്തില്ല, ഒരു ചെറിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ലേ, പാസ്റ്റർ എബ്രഹാം ശേഖറിന്റെ പീപ്പിൾസ് പാർട്ടി ഓഫ് ഇന്ത്യ സെക്യുലർ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ. അതെ, പാസ്റ്റർ എബ്രഹാം ശേഖറാണ് അതിന്റെ നേതൃത്വത്തിലുള്ളതെന്ന് എൻ്റെ അറിവ്. പാസ്റ്റർ എബ്രഹാം ശേഖർ വാസ് ദ ഫൗണ്ടർ. Okay. President. Now he is no more in this party. Okay. എനിക്ക് തോന്നുന്നു അദ്ദേഹം ബംഗാളിലൊക്കെ കുറേ ചർച്ചകളൊക്കെയുള്ള, ബോംബെയിലും ചർച്ചകളൊക്കെയുള്ള ഒരു ദേവദാസനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എനിവേ, അതിൻ്റെ ഒരു ലേബലിലാണ് നിന്നെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സാറിന് ഒരു സർട്ടൺ സെക്ഷനിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റി. ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ കുറെ വോട്ട് പിടിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് കുറെ വോട്ട് കിട്ടിയായിരുന്നു. പക്ഷേ യു കനോട്ട് കമ്പയർ ഇറ്റ് വിത്ത്
ദി അതർ കാൻഡിഡേറ്റ്. തീർച്ചയായിട്ടും കാരണം ബോംബെയിലെ ഒരു പൊളിറ്റിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ബോംബെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. മുംബൈ നോർത്ത് സെൻട്രൽ, സാന്റാക്രൂസ്, ബാൻഡ്ര, ബാന്ദ്ര, പിന്നെ അന്തേരി, ഓ ശരി, സാക്കിനാക്ക, ഈ ഒക്കെ ഉള്ള ഏരിയയിലായിരുന്നു. സോ ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഏരിയ. അതെ, ഓക്കെ. ബാന്ദ്ര, അന്തേരി ഒക്കെ ഉള്ള നോർത്ത് സെൻട്രലായിട്ട് വരും. മുംബൈ നോർത്ത് സെൻട്രൽ. ഓക്കെ. നമുക്ക് ഇലക്ഷൻ കഥകളിലൊക്കെ കടക്കുന്നതിന് മുമ്പേ, ജീവിതാനുഭവങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് ഒന്ന് പരിചയപ്പെടാം. ബോംബെയിലാണ് ജനിച്ചു വളർന്നെന്ന് പറഞ്ഞു. നാട്ടിൽ എവിടെയാണ്, പേരൻസ് ഒക്കെ എവിടെയായിരുന്നു, അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ സന്തോഷമാണ്. കുടുംബത്തെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഇത് പറയുകയാണെങ്കിൽ. നാട്ടിൽ ഞങ്ങൾ പത്തനംതിട്ട തോന്നിയാമലയാ ഞങ്ങളുടെ വീട്. പക്ഷേ എൻ്റെ പപ്പായും മമ്മിയും ആണെങ്കിൽ ബോംബെയിലായിരുന്നു. പപ്പ റിട്ടയർ ആകുന്നിടം വരെ ആണെങ്കിൽ ബോംബെയിലായിരുന്നു, വോൾട്ടാസിലായിരുന്നു. പപ്പ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി. പപ്പായ്ക്ക് കൃഷിയോടാണെങ്കിൽ വളരെ സ്നേഹവുമൊക്കെ ഉണ്ടായിരുന്നു. ഹി ലൈക്ക് അഗ്രികൾച്ചർ. സോ അങ്ങനെ ആണെങ്കിൽ അവിടെ പോയി ആണെങ്കിൽ കുറെ റബ്ബർ ഒക്കെ ആണെങ്കിൽ റബ്ബർ കൃഷി ആണെങ്കിൽ ചെയ്തു. 18 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2010 പപ്പായാണെങ്കിൽ ദൈവസന്നിധിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് മമ്മിയാണെങ്കിൽ തിരിച്ചാണെങ്കിൽ ബോംബെ ആണെങ്കിൽ കൊണ്ടുവന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ വൈഫ് ദൈവം എനിക്ക് ദാനമായി തന്നിരിക്കുന്ന 2 പെൺമക്കളുണ്ട്. സോ ദാറ്റ് ഈസ് ഇൻ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് മൈ. ഓക്കെ. കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ സാറിൻ്റെ ഈ ഒരു പ്രത്യേക മിഷന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു അല്ലേ? എൻ്റെ വൈഫിന്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇത് ഒരു ചുവടുതടി പോലും എനിക്കാണെങ്കിൽ മുമ്പിലോട്ട് പോകാൻ പറ്റുകയില്ലായിരുന്നു. പലപ്പോഴും ആൾക്കാർ കാണുന്നത് ആന്റണി തോമസ് ആണെങ്കിൽ ചുമതലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. എൻ്റെ വൈഫിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആണെങ്കിൽ ഈ വർക്ക് ആണെങ്കിൽ ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. കാരണം ഈ ഒരു മേഖല എന്ന് പറയുന്നത് പോയി വർക്ക് ചെയ്യുന്ന ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനെക്കാട്ടിലും ഉപരിയാണെങ്കിൽ തെറ്റിപ്പോവാൻ ഒരു വഴി കൂടാണ്. അപ്പം നമ്മുടെ വൈഫ് ആണെങ്കിൽ അതിനെയൊക്കെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുകയും ഇല്ലെങ്കിൽ അവിടെ പോയിട്ടാണെങ്കിൽ നമുക്ക് ഒരു മനസമാധാനത്തോടും വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് വർക്ക് ചെയ്യാൻ പറ്റുകയും. കാരണം ഇതെല്ലാം മാംസ കച്ചവടമാണ്. ആൻഡ് ഒത്തിരി ഓപ്പൺ ആയിട്ടും എക്സ്പോസ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മേഖലയിൽ പോയി വർക്ക് ചെയ്യുമ്പം നമ്മളാണെങ്കിൽ പലപ്പോഴും ആണെങ്കിൽ തെറ്റി വീണുപോകാനുള്ള സാധ്യതകളാണെങ്കിലുണ്ട്. സോ ഇത് പ്രാർത്ഥനയോടും ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ ഒരു ഇതില്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഈസി ആയിട്ടാണെങ്കിൽ വീണ് പോകാൻ പറ്റും. ഞാൻ കഴിഞ്ഞ 33 വർഷമായിട്ട് ഞാനാണെങ്കിൽ ഈ ഒരു സ്ഥലത്താണെങ്കിൽ ഞാനാണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ ഒരിക്കലും ആണെങ്കിൽ പറയാൻ പറ്റിയില്ല, ഓ ഞാൻ 33 വർഷം ചെയ്തു, ഇതെന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആണ്, ആൻഡ് എനിക്കിനിയും ആണെങ്കിൽ ഒന്നും സംഭവിക്കാൻ പറ്റിയില്ല. ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ തെറ്റിപ്പാൻ പറ്റും. ഈ കണ്ണുകളിൽ കൂടെ ആണെങ്കിൽ വീഴാൻ പറ്റും. അതുകൊണ്ട് ഏത് സമയവും ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോഴാണ്, ദൈവമേ നിന്റെ രക്തത്താൽ എന്നെ പൂർണ്ണമായിട്ടാണെങ്കിൽ കവർ ചെയ്തിട്ട് എന്നെ ആണെങ്കിൽ നീ കൈ പിടിച്ച് മുമ്പിലോട്ട് കൊണ്ടുപോകണമെന്ന്. സോ അങ്ങനെ പ്രാർത്ഥനയോടാണ് ഞാൻ ആണെങ്കിൽ പോകുന്നത്. കാരണം ഇത് ശത്രുവിന്റെ ഏറ്റവും വലിയ ഇതായിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ഇതിനെ ആണെങ്കിൽ ഒരു ഈസി ആയിട്ട് കാണാൻ പറ്റിയില്ല. പാസ്റ്റർ പറഞ്ഞതിന്റെ തുടക്കത്തിൽ പറഞ്ഞതിന്റെ കൂട്ട് ഈ ഒരു സ്ഥലം ആണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. കാരണം പലരും ആണെങ്കിൽ ഇവിടെ വരുന്ന സ്ഥലത്താണെങ്കിൽ അവരെ പിടിച്ചു വലിച്ചെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊണ്ടുപോവുകയും ഒക്കെ ആണെങ്കിൽ ചെയ്യുന്ന ഉണ്ട്. സോ അങ്ങനെ പല പല ടൈപ്പിലുള്ള ചാലഞ്ചസ് ഉള്ള ഒരു സ്ഥലമാണ്. അന്ധകാരത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്ഥലമാണ് ഇത്. അതെ സാറേ, വളരെ ഡേഞ്ചറസ്, വളരെ
ഈ പറഞ്ഞതുപോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, പൈശാചികമാകുന്ന ഒരു പ്രസൻസ് ഉള്ള ഒരു സ്ഥലം. സാർ, ഇതിൻ്റെ ഒരു തുടക്കത്തിൽ നിന്ന് നമുക്കൊന്ന് പുറയിലോട്ട് ഇറങ്ങിയൊന്ന് പോയാൽ, ഞങ്ങൾക്ക് സാറിൻ്റെ ഒരു ഏർലി ചൈൽഡ്ഹുഡ്, ക്രിസ്ത്യൻ അപ്ബ്രിങ്ങിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കേൾക്കണം. ചെറിയ പ്രായത്തിൽ എങ്ങനെയായിരുന്നു ഒരു ക്രൈസ്തവ ആശയങ്ങൾ? ഹോക്കി ടീം പ്ലെയർ ആയിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഏർലി ലൈഫ് ഒന്ന് കേൾക്കുകയാണെങ്കിൽ സന്തോഷമാണ്. ഞാന് ജനിച്ചു വളർന്ന ഒരു മാർത്തോമ കുടുംബത്തിലാണ്. സൺഡേ സ്കൂളില്, VBS ഇതിനൊക്കെ ആണെങ്കിൽ പോകുമായിരുന്നു. ആൻഡ് ഒരു ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ ജനിച്ചത്. സോ അങ്ങനെ വോട്ടിപ്പോൾ വളർന്നു വന്നു, കോളേജിൽ പോയി. ആൻഡ് വോട്ടിപ്പോൾ all type of challenges were there. So I got into wrong company. Wrong company എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പഴച്ചു പോകുന്നില്ല, പക്ഷേ ഇറ്റ് മേ ബി ഈവൻ സോഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്കിങ് ആൻഡ് ഓൾ ദോസ് ടൈപ്പ് ഓഫ് തിങ്. സോ അങ്ങനെയുള്ള ഒരു ഇതിലാണെങ്കിൽ വളർന്നു വന്നപ്പോഴാണെങ്കിൽ അതിൻ്റെ അകത്തോട്ടാണെങ്കിൽ തെറ്റിപ്പോയി. പക്ഷേ ഞാൻ ജനിച്ചപ്പം ആസ് എ സ്കൂൾ ബോയ് ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഫുട്ബോൾ. കോളേജിൽ വന്നപ്പോൾ ആണെങ്കിൽ ഹോക്കി പ്ലെയർ ആയിരുന്നു. അങ്ങനെ ആണെങ്കിൽ മുംബൈക്ക് വേണ്ടി കളിച്ചു. മുംബൈ കസ്റ്റം ടീമിന് വേണ്ടി, ഇന്ത്യൻ കസ്റ്റംസിനാണെങ്കിൽ ഹോക്കി കളിച്ചിട്ടുണ്ട്. സോ മാർത്തോമ സഭയിലാണെങ്കിൽ ഇങ്ങനെ വോട്ടിപ്പോൾ ചർച്ചിലൊക്കെ പോയി വളർന്നു വന്നാലും, പക്ഷേ എനിക്കൊരു വീണ്ടും ജന്മത്തിന്റെ അനുഭവം ആണെങ്കിൽ 91 എനിക്കാണെങ്കിൽ ഉണ്ടായി. ഞാനൊരു ചർച്ചിന്റെ ഒരു പിക്നിക്കിന് പോയ സമയത്ത് അവിടെ കൂട്ടുകാർ കൂടി ആണെങ്കിൽ കുറെ ബിയറിന്റെ കുപ്പി ആണെങ്കിൽ വാങ്ങിച്ചാണെങ്കിൽ മദ്യപിച്ചു. അത് ഒക്ടോബർ 2, 91 ഗാന്ധി ജയന്തിയുടെ ദിവസം. അന്ന് ഇന്ത്യയിലൊന്നും വന്നെങ്കിൽ മദ്യം കിട്ടിയില്ല. പക്ഷെ അവിടെ ചെന്നിട്ടാണെങ്കിൽ കുറച്ച് കൂടുതൽ കാശ് കൊടുത്തിട്ടാണെങ്കിൽ ബിയറിന്റെ കുപ്പി വാങ്ങിച്ചിട്ടാണെങ്കിൽ കുടിച്ചു. ഞങ്ങളുടെ ചർച്ചിലെ അച്ഛനാണെങ്കിൽ കുര്യൻചോറച്ചൻ എന്ന് മനസ്സിലായി. ഞാനാണെങ്കിൽ ഇവരുടെ കൂടെ ഇരുന്നിട്ടാണെങ്കിൽ കുടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കസ്റ്റംസിൽ ഉദ്യോഗസ്ഥന്, ഒരു ഹോക്കി പ്ലെയർ. പക്ഷെ ഞാൻ ഈ ഒരു റോങ് കമ്പനി കണ്ടപ്പം അച്ഛൻ എന്നെ ആണെങ്കിൽ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ആൻസൺ യു ബ്രോക്കൺ ദ ഫെലോഷിപ്പ് വാട്ട് യു കം ഹിയർ ഫോർ. നമ്മളിവിടെ വന്നിരിക്കുന്ന കൂട്ടായ്മയുടെ അർത്ഥം ആണെങ്കിൽ നീ ആണെങ്കിൽ അതിനെ മൊത്തമായിട്ടാണെങ്കിൽ നീ ആണെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞാൻ നിന്റെ ഫാദറിനോടാണെങ്കിൽ പറയുന്നുള്ളത്. ചെറുപ്രായമാണ്, ഈഗോ ഒരു ഇൻസൾട്ടായിട്ട് കണ്ടു. അപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഗോ ടെൽ മൈ ഫാദർ ഐ എം നോട്ട് സ്കെയർഡ് ഓഫ് യു. ആൻഡ് ആ ദിവസം മൊത്തം ഞാൻ അച്ഛനോട് സംസാരിച്ചില്ല. പക്ഷേ തിരിച്ചു വരുന്ന നേരത്തെ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ പലപ്പോഴും ആണെങ്കിൽ കുടിക്കുമായിരുന്നു. ഹോക്കി ടൂർണമെന്റ് കളിച്ചു കഴിഞ്ഞ് ജയിക്കുമ്പോഴാണെങ്കിൽ ടീമിന്റെ കൂടെ ഇരുന്ന് കുടിക്കുമായിരുന്നു. അല്ലാതെയൊക്കെ ആണെങ്കിൽ ഐ യൂസ് ടു ഡ്രിങ്ക്. ഐ എം നോട്ട് ആൻ ആൽക്കഹോളിക് ബട്ട് എ സോഷ്യൽ ഡ്രിങ്കർ. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ ഫാദറിന്റെ കൈ പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ കുടിക്കുമായിരുന്നു, ഇന്നും ഞാൻ അന്നെങ്കിൽ കുടിച്ചു. ഞാനൊരു പ്രോമിസ് ചെയ്യുന്നു, ഞാൻ ഇനി ഒരിക്കലും അന്നെങ്കിൽ കുടിക്കുകയില്ല. ആ പ്രോമിസ് ഞാൻ ചെയ്തത് എന്റെ പപ്പയോട് തന്നെയല്ല, ആ പ്രോമിസ് ഞാൻ ചെയ്തത് ഞാൻ ദൈവത്തോടാണ്. കാരണം എന്റെ പപ്പായെ കളിപ്പിക്കാം, ഞാൻ എല്ലാവരെയും കളിപ്പിക്കാം, പക്ഷേ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റിയത്. അടുത്ത ദിവസം ഞാൻ പാസ്നേജിൽ പോയി അച്ഛനെ പോയി കണ്ടിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും കുടിക്കുകയില്ലെന്ന്. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, ആൻസൺ ഡു യു നോ വൈ ഐ കൺഫ്രണ്ടഡ് യു? ഇറ്റ് ഈസ് ദ ലവ്, ഇറ്റ് ഈസ് ദ കൺസേൺ ഐ ഹാവ് ഫോർ യു. That love, that concern changed my life in a very small way. Then one day in my room, എന്റെ റൂമിലാണെങ്കിൽ ഞാൻ മുട്ടുകാലയിൽ ഇരുന്നിട്ടാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ, ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങൾ, കറുത്ത പാപങ്ങളെല്ലാം ഞാൻ യേശുവിനോടാണെങ്കിൽ ഏറ്റു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരു പാപിയാണ്, ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം എന്നെ ക്ഷമിക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ ചെറുതും വലുതും പാപങ്ങളെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകിയിട്ട് എനിക്ക് പുതിയ ഒരു ജീവിതത്തിന്റെ അനുഭവം ഉണ്ടായി. എനിക്ക് മനസ്സമാധാനം, മനസ്സന്തോഷം, അങ്ങനെ പുതിയ ഒരു അനുഭവം അന്നെങ്കിൽ ഉണ്ടായി. അന്ന് മുതൽ ഞാൻ പോകുന്നിടത്തെല്ലാം എന്റെ വേദപുസ്തകം എന്റെ കയ്യിലാണെങ്കിൽ
ഞാൻ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, എന്റെ കസ്റ്റംസ് ഓഫീസില്, എന്റെ പ്ലേ ഗ്രൗണ്ടിൽ, അവിടെ എല്ലാം ആണെങ്കിൽ ഞാൻ എന്റെ വേദപുസ്തകം കൊണ്ടുപോയിട്ട് ഞാൻ വായിക്കുമായിരുന്നു. വായിക്കുക തന്നെയല്ല, ഞാനാണെങ്കിൽ ഒരു മിനിറ്റ്, ഇതൊക്കെ ഹട്ടനെ ഒരു മിനിറ്റ്, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഒരു നമ്മളെ അവര് വെളിയിൽ ഏതാണ്ടോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഒരു പ്രത്യേക സ്ഥലമാണല്ലോ. പ്രത്യേകിച്ചും ആ ഏരിയയിലൊക്കെ ക്ലബിന്റെ അകത്താണെങ്കിൽ ഇങ്ങനെ ഒരു റെക്കോർഡിങ് ചെയ്യുന്നത് തന്നെ വലിയൊരു റിസ്കി ആയിട്ടുള്ളൊരു കാര്യമല്ലേ സാറേ? ഞാന് സോ അങ്ങനെ എനിക്ക് തോന്നുന്നു സാർ ഇപ്പം ചെന്ന സ്ഥലത്തെ മൊബൈലിന് സിഗ്നൽ കുറവാന്ന് തോന്നുന്നു. ആണോ? അതെ അതെ. എന്നാ ഞാൻ വഴി നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓക്കെ, ഇത് റൂമിന്റെ അകത്തായിരുന്നല്ലേ? ഇത് റൂമിന്റെ അകത്ത്. ഞാൻ ഒരു മിനിറ്റ്. ആ, ഞാനേ സാറേ ഇവിടുന്നുള്ള വീഡിയോ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ സിഗ്നൽ സാറിന്റെ സ്ട്രോങ് ആകും. ചെയ്യട്ടെ അങ്ങനെ? ഫാസ്റ്റിന്റെ വീഡിയോ ആണെങ്കിൽ ഓഫ് ചെയ്തത്. ഇത് തിരിഞ്ഞു വരുന്നു. എനിക്ക് സാറിന്റെ വീഡിയോ കിട്ടിയാൽ മതിയല്ലോ. കറക്റ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തു. ആരും ഡൗട്ടും ചെയ്യത്തില്ലല്ലോ. ആരും ഡൗട്ടും ചെയ്യത്തില്ല. അതെ അതെ അതെ, സാറിന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എവിടെ പോയാലും വേദപുസ്തകം കൊണ്ടുപോകുമായിരുന്നു എന്നാ പറഞ്ഞത്. ഞാനിങ്ങനെ പോകുന്നിടത്തല്ല എന്റെ വേദപുസ്തകം ഞാൻ അന്നെങ്കിൽ കൊണ്ടുപോകുമായിരുന്നു. അതെ. ആൻഡ് ഞാൻ കളിക്കാൻ പോകുന്നിടത്ത്, എന്റെ പ്ലേ ഗ്രൗണ്ടില്, ആ സ്ഥലത്തൊക്കെ ആണെങ്കിൽ വേദപുസ്തകം കൊണ്ടുപോയത് തന്നെയല്ല, അത് തുറന്ന് വായിക്കുമായിരുന്നു. അപ്പം വായിക്കുമ്പോഴാണെങ്കിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരുകൾ അവരാണെങ്കിൽ എന്നെ പരിഹസിക്കുമായിരുന്നു. ഒരു പാതിരി വന്നു, ഒരു പാസ്റ്റർ ആണെങ്കിൽ ബൈബിൾ പിടിച്ചുകൊണ്ടെങ്കിൽ കസ്റ്റംസില് ഓഫീസില്, പിന്നെ പോർട്ടിക്കോൾ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നിടത്തൊക്കെ ആണെങ്കിൽ ബൈബിളും പിടിച്ചോണ്ട് വരുന്നു. സോ അങ്ങനെ ആണെങ്കിൽ എന്നെ ഇത് ചെയ്തപ്പം ഐ ഡിഡ് നോട്ട് ബോദർ, ബട്ട് ഐ സോ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്നെങ്കിൽ എന്നിൽ പ്രവർത്തിക്കുന്ന ഞാൻ അന്നെങ്കിൽ കണ്ടു. സോ അങ്ങനെ ഞാൻ മുമ്പിലോട്ടെന്നെങ്കിൽ എൻ്റെ ഒരു ആത്മീയ ജീവിതം അന്നെങ്കിൽ മുമ്പിലോട്ട് പോകാൻ തുടങ്ങി. ഒരു ദിവസം ഈ അച്ഛൻ തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു, ആൻസൺ, ബോംബെയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ, സയൺ ഹോസ്പിറ്റൽ ആണെങ്കിൽ, സോ അവിടെ ഒരു മദ്യപാനി ആണെങ്കിലുണ്ട്, അവിടെ പോയിട്ടാണെങ്കിൽ ആ ആളിനെ ഒന്ന് കാണണം എന്നുള്ള. അങ്ങനെ ഞാൻ അവിടെ പോയി ആളിനോട് പോയി കണ്ടു. എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പക്ഷേ ഞാൻ ആളിനോട് പോയി എൻ്റെ ഒരു ടെസ്റ്റ് മണി ആണെങ്കിൽ പറഞ്ഞു, ദൈവം എന്നെ എങ്ങനെയാണെങ്കിൽ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത്, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം വന്നെന്നുള്ളത്. ആൻഡ് അതൊരു സൈക്കാട്രിക് വാർഡായിരുന്നു. മദ്യപാനികളാണെങ്കിലുണ്ട്, എയ്ഡ്സിന്റെ പേഷ്യൻസ് ഉണ്ട്, സ്കിൻ പേഷ്യൻസ്, HIV എയ്ഡ്സിന്റെ പേഷ്യൻസ് എല്ലാം ആണെങ്കിൽ അവിടെ ഉണ്ട്. സോ അങ്ങനെ അവരുടെ ഇടയിൽ ഞാൻ അന്നെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ബെഡിൽ കൊടുന്ന് വേറെ ബെഡ്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റല്. സോ അങ്ങനെ ഞാൻ ഇങ്ങനെ അവരുടെ ഇടയിൽ അന്നെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ എനിക്ക് പിന്നെയും സമയം കിട്ടുമായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞാനൊരു ബാച്ചിലറായിരുന്നു. ഞാൻ ബൈബിൾ സൊസൈറ്റി പോയി കുറെ ട്രാക്സും ഗോസ്പിൾസും ഒക്കെ അന്നെങ്കിൽ ചെയ്തിട്ട് ബോംബെയിലെ ട്രെയിനിലൊക്കെ പോയി അന്നെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോർട്ടിക്കോൾ വീട്ടിൽ ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് കൊളബ വരെ രാത്രി സമയത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ നടക്കുന്ന
വഴിയിലുള്ള സ്ത്രീകളെ ആണെങ്കിൽ അവരുടെ അടുത്ത് പോകാൻ വേണ്ടി ആണെങ്കിൽ അവർ പോയി ആണെങ്കിൽ അവരെ പോയി ആണെങ്കിൽ ഇത് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ ഞാൻ ഈ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോയിട്ട് അവരോട് പോയിട്ട് ഞാൻ അവരോട് പറയുമായിരുന്നു ഒരു സ്ലോഗൻ ഹിന്ദിയില്, 2 മിനിറ്റിന്റെ സ്നേഹം, 2 minutes pleasure, lifelong suffering. This is what AIDS can give you. So അങ്ങനെയാണെങ്കിൽ बहन थोड़ा 2 मिनट थोड़ा 5 मिनट के लिए बंद करेगा. Yeah. So അങ്ങനെ ഞാൻ ഓട്ടിക്കോൾ ആൾക്കാരോട് ഞാൻ പറയുമായിരുന്നു 2 മിനിറ്റിന്റെ സന്തോഷം എന്നേക്കുമായിട്ടുള്ള ദുഃഖമാണെന്ന്. ആൻഡ് ഇവിടെ അവർ പോയി കാശ് കൊടുക്കും, പേടിയുണ്ട്, ഭയമുണ്ട്, ഈ അസുഖങ്ങളുണ്ട്. അപ്പം എങ്ങനെയാണെങ്കിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പം ഞാൻ അവരോടെന്തെങ്കിലും പിന്നെ പറയുമായിരുന്നു, നിങ്ങൾ ചിന്തിക്കുന്ന ഇവിടെ ആരും നിങ്ങളെ കാണുന്നില്ല. നിങ്ങളുടെ അപ്പനോ അമ്മയോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയോ ആരും കാണുന്നില്ല. പക്ഷേ കാണുന്ന ഒരാളുണ്ട്, ദൈവം അന്നെങ്കിലുണ്ട്. ദൈവത്തെ അന്നെങ്കിൽ വിളിച്ചെന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ അവരോടെന്നെങ്കിൽ ഇത് ഷെയർ ചെയ്യുമായിരുന്നു. ആ കസ്റ്റമേഴ്സ് അവിടെ നിന്നെങ്കിൽ ഇറങ്ങി പോകുമായിരുന്നു. സോ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഓട്ടിക്കോൾ 91-2 ബോംബെയിലെ ചുമന്നതെരുവിൽ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ വരുമായിരുന്നു ഈ അസുഖത്തിന്റെ കാര്യത്തെ പറ്റിയും എയ്ഡ്സിനെ പറ്റിയൊക്കെയുള്ള ഇത് ന്യൂസ് ആണെങ്കിൽ പത്രത്തിൽ വരുമായിരുന്നു. സമാറ്റിപുര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിനെ പറ്റിയുള്ള. സോ അങ്ങനെ ആണെങ്കിൽ ദൈവം ആണെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരു ഭാരം ആണെങ്കിൽ തന്നു, അവിടെ പോകണമെന്ന്. സോ അങ്ങനെ ഒരു ദിവസം രാത്രിയില് ഞാൻ ഈ സ്ഥലം എവിടാന്നുള്ളത് കണ്ട് പിടിച്ചിട്ടാണെങ്കിൽ അവിടെ പോയി 1 മണിക്കൂർ അവിടെ എല്ലാം ആണെങ്കിൽ ഞാനിങ്ങനെ കറങ്ങി. ഇപ്പം അവിടെയുള്ള ആൾക്കാര് ദലാലന്മാരെന്നെ വിളിക്കുമായിരുന്നു, പെൺകുട്ടികൾ വിളിക്കാൻ തുടങ്ങി. ആ സ്ഥലം കണ്ടപ്പം തന്നെ അന്ധകാരത്തിന്റെ ഒരു ഇതാണെങ്കിൽ എനിക്ക് അവിടെ തോന്നി, ഭയം തോന്നി. അന്ന് എനിക്ക് 25 വയസ്സുള്ള ഒരു യുവാവായിരുന്നു. ഇത് കണ്ടപ്പോഴേ എനിക്ക് ഭയം തോന്നി. ആൻഡ് ഞാൻ പേടിച്ച് തിരിച്ചെന്നെങ്കിൽ ബസ് സ്റ്റോപ്പിൽ പോയിട്ടെന്നെങ്കിൽ തിരിച്ചു വീട്ടിൽ പോകാനായിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം നീ എന്നെ എന്തിനാ ഇവിടെ സ്ഥലത്ത് കൊണ്ടുവന്നേ? അപ്പം സഡൻലി എനിക്കൊരു ആത്മീയ ശക്തി കിട്ടി. ഞാൻ തിരിച്ചു പോയി. അവിടെയുള്ള ദലാലുമാർക്കും ഓട്ടിക്കോളുള്ള സ്ത്രീകൾക്കും പോലീസുകാർക്കും ഈ ലേഖനമാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പം ദൈവം എനിക്കൊരു ടാലന്റ് തന്നിട്ടുണ്ട് കളിക്കാൻ. ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കേണ്ടിയായിരുന്നു. പക്ഷെ പൊളിറ്റിക്സ് കാരണം എനിക്ക് ഇന്ത്യൻ ടീമിലാണെങ്കിൽ കിട്ടിയില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഒരു വാതിൽ അടയുമ്പം ദൈവം 10 വാതിൽ തുറക്കും. ആ വാതിൽ ദൈവം തുറന്നത് എൻ്റെ വേദപുസ്തകം ഒരു കയ്യിൽ പിടിച്ച്, ഫുട്ബോൾ ഒരു കയ്യിൽ പിടിച്ചിട്ട്, മറ്റേ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഉള്ള ചുമന്നതെരുവിൽ പോയി കുഞ്ഞുങ്ങളുടെ ഇടയിൽ ആണെങ്കിൽ അവിടെ വേല ചെയ്യാൻ തുടങ്ങി, അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. 1 മിനിറ്റ്. അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ആണെങ്കിൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി. ആ പന്താണെങ്കിൽ ഗട്ടറിൻ്റെ അകത്ത് വീഴുമായിരുന്നു. അതെടുത്തിട്ടാണെങ്കിൽ അവരുടെ ഇടയിലാണെങ്കിൽ പിന്നെയും കഴുകിയിട്ട് കളിക്കാൻ തുടങ്ങി. ആൻഡ് അവിടെയുള്ള ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, ഇത് ആരാ അവിടെ വന്നിട്ട് ഇവരുടെ ഇടയിലാണെങ്കിൽ സ്നേഹം പകരുന്നു. കാരണം അവിടെ പോകുന്ന ആൾക്കാരെല്ലാം ആണെങ്കിൽ വേറെ ഇന്റൻഷൻ കൊണ്ടാണ് പോകുന്നത്. സോ അങ്ങനെ ഞാൻ ആണെങ്കിൽ അവിടെ തന്നെ ആണെങ്കിൽ ഈ തെരുവിൽ തന്നെ സൺഡേ സ്കൂൾ ആണെങ്കിൽ തുടങ്ങി, വെക്കേഷൻ ബൈബിൾ സ്കൂൾ, ഗോസ്പൽ മീറ്റിംഗ്. യേശുക്രിസ്തുവിന്റെ സ്നേഹം അവിടെയുള്ള ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ പകർത്താൻ തുടങ്ങി. അങ്ങനെ ഇത് ചെയ്തിട്ടാണെങ്കിൽ ഇവരെ എൻകറേജ് ചെയ്തു.
ഈ തെറ്റായിട്ടുള്ള ജീവിതത്തിൽ കൂടുന്നെങ്കിൽ നല്ല ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി. അത് തന്നെയല്ല, ഞാനൊരു കളികാരനായപ്പം ഞാൻ പല ഹൈ പ്രൊഫൈൽ ഉള്ള ക്രിക്കറ്റേഴ്സിനെ ആണെങ്കിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സ്റ്റീവ് വോ, ആഡം ഗിൽക്രിസ്റ്റ്, നിക്കി ബോയ്, ജുവൽ ഗാർണർ, ഇയൻ ബിഷപ്പ്, മുരളി കാർത്തിക്, ഹർഭജൻ സിംഗ്, ടിനു യോഹനാൻ, എബി കുറുവല, ഫിലിം ആക്ടർ സുനിൽ ഷെട്ടി, പിന്നെ ജോണി ലിവർ, സച്ചിൻ ടെണ്ടുൽക്കറിനെ ആണെങ്കിൽ വേറെ സ്ഥലത്താണെങ്കിൽ ഈ കുട്ടികളെ കൊണ്ടുപോയാണെങ്കിൽ ഓർഗനൈസ് ചെയ്യും. അങ്ങനെ ഈ കുട്ടികള് അവിടെ ജീവിച്ചിട്ടുള്ളാലും വേഷ്യന്റെ കുഞ്ഞുങ്ങളും ഇന്ന് അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചില പിള്ളേര് MBA ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് പഠിച്ചിട്ട് ഇന്ന് പലരും ജോലി ചെയ്യുന്നുണ്ട്. പലരെന്നെങ്കിൽ അവിടെ ഇപ്പോൾ പലരും മാരീഡ്, വിവാഹം കഴിഞ്ഞിട്ട് മാരീഡ് ലൈഫ് ആണെങ്കിൽ അവർ ജീവിക്കുന്നുണ്ട്. സോ അങ്ങനെ ആണെങ്കിൽ ഈ കുട്ടികളാണെങ്കിൽ പുതിയൊരു ജീവിതം ആണെങ്കിൽ തുടങ്ങി. അവിടെ പോയപ്പോൾ ഞാൻ കണ്ടു പല കൊച്ചു പെൺപിള്ളേരെ ഈ വേശ്യാലയത്തിന്റെ അകത്താണെങ്കിൽ ഉള്ളത്. അവർക്ക് വെളിയിലിറങ്ങി വരാൻ പറ്റുകയില്ല. അപ്പൊ ഞാൻ തന്നെ ആണെങ്കിൽ ഒരു ഇതായിട്ടാണെങ്കിൽ അവരുടെ ഇടയിൽ കയറി ചെന്നു. അവിടെ എന്നിട്ട് ഈ പെൺകുട്ടികളോടാണെങ്കിൽ സംസാരിച്ചിട്ട് അവര് അവിടെ എങ്ങനെ വന്നേന്നുള്ളതാണെങ്കിൽ മനസ്സിലാക്കാനാണെങ്കിൽ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ആണെങ്കിൽ ഞാൻ ഒന്ന് നിർത്തിയിട്ടാണെങ്കിൽ ചെയ്യാം. എൻ്റെ അടുത്ത് വേറെ ആൾക്കാർ ഇരിപ്പുണ്ട്, തുറന്ന് സംസാരിക്കാൻ പറ്റിയില്ല. സോ അങ്ങനെ ഈ പെൺകുട്ടികളെ ആണെങ്കിൽ അവിടെ കണ്ടപ്പം ഞാൻ പോയി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ആണെങ്കിൽ ഇത് ചെയ്താൽ അവർ ഉടനെ ആണെങ്കിൽ ഫോൺ ചെയ്താണെങ്കിൽ പറയും, എൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ ഇയാൾ വന്നിട്ടുണ്ട്. അപ്പം അവിടുന്ന് ആണെങ്കിൽ പെൺകുട്ടികളെ എല്ലാം അവിടുന്ന് മാറ്റും. ഞാൻ മുകളിലുള്ള അഡീഷണൽ കമ്മീഷണർ അങ്ങനെയായിട്ടുള്ള ആൾക്കാരനെ ആണെങ്കിൽ കണ്ടിട്ടാണെങ്കിൽ ഈ പെൺകുട്ടികളെ ആണെങ്കിൽ അവിടുന്ന് ആണെങ്കിൽ റെസ്ക്യൂ ചെയ്യും. ഏകദേശം 800-നെക്കാട്ടിലും പെൺകുട്ടികളെ അവിടുന്ന് ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അവിടെ ഓട്ടിക്കോൾ ഈ പെൺകുട്ടികള് കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളുണ്ട്, തമിഴ്നാടിൽ നിന്നുള്ള, ആന്ധ്രയിൽ നിന്ന്, കർണാടകയിൽ നിന്നുള്ള പലയിടത്തു നിന്നുള്ള ഇവരെ കൊണ്ടുവന്ന് ചതിച്ചാണെങ്കിൽ അവരെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഞാനാണെങ്കിൽ ഇവരെ ആണെങ്കിൽ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഓട്ടിക്കോൾ ഇത് ചെയ്യുക തന്നെയല്ല, ഇത് നടത്തുന്ന ആൾക്കാരെ ആണെങ്കിൽ അകത്താണെങ്കിൽ ഇട്ടു പോലീസിന്റെ ഇതിൽ കൂടുന്ന. സോ അങ്ങനെ പല നിർത്തിയേച്ച് പിന്നെ ഞാൻ തിരിച്ചു വിളിക്കാം, തിരിച്ചു ചെയ്യാം. ആട്ടെ സാറേ, ആട്ടെ. ഓക്കെ സാറേ, ഓക്കെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഓക്കെ. നമുക്കറിയാം സാർ ഇപ്പം നിൽക്കുന്ന സ്ഥലം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എപ്പം വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചുമന്ന തെരുവ്, അതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൻ്റേതാകുന്ന പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ റെക്കോർഡിങ്ങിന് പല സമയങ്ങൾ ശ്രമിച്ചെങ്കിലും സാറിൻ്റെയും ഒരു സൂട്ടബിൾ സമയമാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു റെക്കോർഡിങ് ക്രമീകരിപ്പാനിടയായി തീർന്നത്. ദൈവം സഹായിക്കട്ടെ. സാറേ, ജോയിൻ ബാക്ക് ചെയ്തോ? ഓക്കെ ആണോ അവിടെ? കണ്ടിന്യൂ ചെയ്യാം. ശരി സാറേ, സിഗ്നലിന് പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഹലോ, അച്ഛാ ഇവിടെ ഉണ്ടോ? അവിടെ സിഗ്നൽ വളരെ വീക്കാണ്. ഞാൻ അതുകൊണ്ടാണ് വീഡിയോ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ഇവിടെ എല്ലാം പാർക്കിംഗ്. ആ, അവിടെ അങ്ങനെയുള്ള പാർക്കോ സ്ഥലങ്ങളോ വല്ലതും ഉണ്ടോ സാറേ? ഏതാ പാർക്ക് വല്ലതും ഉണ്ടോ അവിടെ? പാർക്ക് വല്ലതും? ഓക്കെ, ഞാൻ ഒന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ
അങ്ങനെ ഓപ്പൺ പാർക്കിൽ വല്ലതും പോയി ഇരിക്കാൻ പറ്റുമെങ്കിൽ അവിടുന്ന് നമുക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ ശരി സാറേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം കട്ട് ചെയ്തു സാറ്. സൂമിൽ നിന്ന് വെളിയിൽ പോയിക്കോ, പിന്നെ ജോയിൻ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും സാറ് വർക്ക് ചെയ്യുന്നത് പോലെയുള്ള ബോംബെയിലെ ചുവന്ന തെരുവാണെങ്കിലും കൽക്കത്തയിലാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ താമസിക്കുന്നവർ, അവർക്കും ആത്മാവുണ്ട്. അവരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമാണ്. എൻ്റെ 1-2 അനുഭവങ്ങൾ ഓർമ്മ വരികയാണ്. ഞാൻ പണ്ട് സുബസന്ദേശ് ചാനലിൽ വചനം കൊടുക്കുന്ന സമയങ്ങളിലാണ്. ഒരു നാഷണൽ ടെലിവിഷനാണ്, ഹിന്ദി ചാനലാണ്, ഹിന്ദിയിലെ ക്രിസ്ത്യൻ ചാനൽ. ഒരു ദിവസം പരിശുദ്ധാത്മാവ് വലിയ പ്രേരണ തന്നു. ചുമന്ന തെരുവുകളിൽ താമസിക്കുന്നവർ, അതായത് സെക്സിനെ ഒരു തൊഴിലാക്കിയവർ, അവർക്ക് വേണ്ടി ഒരു മെസ്സേജ് കൊടുക്കുവാൻ. അപ്പം ഞാൻ ആ മെസ്സേജ് കൊടുക്കുമ്പോൾ, കാരണം അത് നാഷണൽ ടെലിവിഷനാണ്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പോകുന്നു, എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു മെസ്സേജ് കൊടുക്കുവാൻ ദൈവാത്മാവ് നിയോഗം നൽകുന്നത്. കർത്താവ് അവരെ സ്നേഹിക്കുന്നു, അവർക്കൊരു 2ാം ചാൻസ് കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നിത്യാദിയുള്ള മെസ്സേജുകളാണ് അന്ന് കൊടുത്തത്. അപ്പോൾ ആ മെസ്സേജ് ഞാൻ കൊടുത്തു. ഞാനിങ്ങനെ ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. HIV-യെക്കുറിച്ച് പറഞ്ഞു, എയ്ഡ്സിനെ കുറിച്ച് പറഞ്ഞു, പല കാര്യങ്ങളും ആ മെസ്സേജിൽ പറഞ്ഞു. സ്പെസിഫിക്കലി അങ്ങനെ ഒരു തരത്തിലുള്ള തൊഴിലിൽ ബന്ധപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ള മെസ്സേജ്. ഞാൻ ഓർത്ത് ഇതൊരു നഷ്ടമാണല്ലോ. കാരണം ഇത്രയും വൈഡായിട്ട് ആളുകൾ കേൾക്കുന്ന മീഡിയയിൽ 1-2 പേരായിരിക്കും ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോകുന്നവർ ഒരു പക്ഷേ കേൾക്കുന്നതെന്നൊക്കെ എൻ്റെ ചിന്ത വന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. പക്ഷേ അതിൻ്റെ പിറ്റേ ആഴ്ച നമ്മുടെ ഈ സുബസന്ദേശ് ചാനലിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ എന്നെ വിളിച്ചു. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, ധർമ്മേഷ് ചെട്ടിയാർ. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഈ ആഴ്ച ഒരു അനുഭവം ഉണ്ടായി. ബോംബെയിലെ റെഡ് സ്ട്രീറ്റിൽ അവിടെ കേബിൾ സർവീസ് കൊടുത്തുകൊണ്ടിരുന്ന ആൾ സുബസന്ദേശ് ചാനൽ കേബിളിൽ നിന്ന് എടുത്തു കളഞ്ഞു. അപ്പോൾ ആ എടുത്തു കളഞ്ഞതിൻ്റെ പേരിൽ ആ റെഡ് സ്ട്രീറ്റിലെ സ്ത്രീകൾ എല്ലാം കൂടെ പോയി ആ കേബിൾ ഓഫീസിൻ്റെ മുമ്പിൽ പോയി ബഹളമുണ്ടാക്കി. സുബസന്ദേശ് ചാനലിൽ തിരിച്ചിടണമെന്ന് എന്ന് പറഞ്ഞാൽ 1-2 പേരൊന്നുമല്ല കേട്ടോ. അവിടെയുള്ള 100 കണക്കിന് സ്ത്രീകൾ ഈ പറഞ്ഞ കേബിൾ ഓഫീസിൽ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് അവർ സുബസന്ദേശ് ചാനലിൽ തിരിച്ചിട്ടു എന്ന് അടുത്ത ആഴ്ച എന്തോ മറ്റു കാര്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് യാദൃച്ഛികം നിന്ന ധർമ്മേഷ് ചെട്ടിയാർ എന്നോട് ഈ കാര്യം പറയുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. മുംബൈയിലെ ചുമന്ന തെരുവിലുള്ള സ്ത്രീകൾ, പ്രത്യേകിച്ചും നമ്മുടെ സ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത, ഉച്ചയ്ക്ക് 1:30 സ്ലോട്ടായിരുന്നു. ആ സ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത 1:30 മുതൽ 2 വരെ. ഇത് രാവിലെയും വൈകിട്ടുമുള്ള ഇവരുടെ തൊഴിലിൻ്റെ ഇടയിലെ ഇടവേളയാണ്. അവർ വിശ്രമിക്കുന്ന സമയത്ത് അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് സുബസന്ദേശ് ചാനലായിരുന്നു എന്നുള്ളത് എനിക്കൊരു വലിയ പുതിയ അറിവായിരുന്നു. അപ്പോഴാണ് എനിക്ക് തിരിച്ചറിവാനിടയായി തീർന്നത് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അത്ര വലിയൊരു ബേഡൻ നൽകി ആ ജനത്തിന് വേണ്ടി സംസാരിപ്പാൻ ഇടയായി തീർന്നത്. അങ്ങനെയുള്ള ജീവിതം നയിച്ച പലരെയും കർത്താവിൻ്റെ കൃപയാൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്കും ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതിനകത്ത് ഒരനുഭവം ഞാൻ വേഗമായിട്ട് പറയാം, എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പറയാൻ പറ്റുകയില്ല. ഒരു സഹോദരി നമ്മുടെ ചർച്ചയിൽ വരുന്നു, അവരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നു. റെഡ് സ്ട്രീറ്റിലേക്ക് സ്വന്തം ഭർത്താവ് ബംഗാളിൽ നിന്ന് കൊണ്ടുപോയി വിറ്റ ഒരു സ്ത്രീയാണ്. ആ സഹോദരിയെ റെഡ് സ്ട്രീറ്റിൽ നിന്ന് മറ്റൊരുത്തൻ റെസ്ക്യൂ ചെയ്യുന്നു എന്ന വിധത്തിൽ അവൻ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി. അവൻ കൊണ്ടുപോയിട്ട് അവൻ്റെ നമ്മുടെ ഈ നാടൻ ഭാഷയിൽ പടത്തിലെ വെപ്പാട്ടി അങ്ങനെ ഒരു വീടെടുത്ത് താമസിപ്പിച്ച് നിരന്തരം ആ സ്ത്രീയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യം വർഷങ്ങളായിട്ടത് തുടരുകയാണ്. ഈ മനുഷ്യന് വേറെ ഭാര്യയും പിള്ളേരും ഒക്കെ വേറെ ഏതോ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇവരെ റെഡ് സ്ട്രീറ്റിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒരിടത്ത് താമസിപ്പിച്ച് നിരന്തരം ഇവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരിക്ക് ഒരു മകനുണ്ടായിരുന്നു, ആദ്യ ഭർത്താവിലുള്ള മകനാണ്, കൊച്ചുമകനായിരുന്നു. അവൻ ബോംബെയിൽ ആദ്യമായി വിൽക്കുവാൻ കൊണ്ടിരുമ്പോൾ അവൻ വളർന്നു വലുതായി. അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ നമ്മുടെ ചർച്ചിൽ വന്നു. നമ്മുടെ ചർച്ചിൽ സ്നാനപ്പെട്ടു. അത്ഭുതകരമായ സൗഖ്യം അവനുണ്ടായി. അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ അമ്മ
നമ്മളോടുകൂടെ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുവാനിടയായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ ആ സഹോദരി സ്നാനപ്പെട്ടു. സാറ് നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി കഥ നമുക്ക് സാറിൻ്റെ കഥ കേട്ടിട്ട് പറയാം. സാറേ, ഞാൻ കേൾക്കാമല്ലോ അല്ലേ? എന്നെ കേൾക്കാമോ? ഞാൻ സാറ് ഇടയ്ക്കൊന്ന് പോയി ഇടവേളയിൽ എൻ്റെ ചില ജീവിതാനുഭവം പറയായിരുന്നു. ബോംബെയിൽ ഞങ്ങളുടെ ചർച്ചിൽ ഇപ്രകാരമുള്ള ജീവിതശൈലി നയിച്ച് പലരും വന്ന് സ്നാനപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും റെഡ് സ്ട്രീറ്റിൽ വിറ്റ ഒരു സഹോദരിയെ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന് ഭർത്താവ് വിറ്റതാണ്. ആ സഹോദരിയെ ഇവിടെ ഞാൻ താമസിക്കുന്ന ബൈന്ദ്രയിലുള്ള ഒരു മനുഷ്യൻ വിലയ്ക്ക് വാങ്ങിച്ചോണ്ട് വന്ന് ഒരു കീപ്പായിട്ട് ഒരു മുറിയിൽ താമസിപ്പിച്ചേക്കുമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരി ഞങ്ങളുടെ ചർച്ചിൽ വന്നു, സ്നാനപ്പെട്ടു. എന്നാൽ ആ ഭർത്താവിന് ഭയങ്കര ദേഷ്യം, ഭർത്താവല്ല, ആ വെച്ചുകൊണ്ടിരുന്ന മനുഷ്യന് ഭയങ്കര ദേഷ്യമായി. അവസാനം ഈ സഹോദരി എന്നോട് വന്നിട്ട് ചോദിച്ചു, എന്താ ചെയ്യേണ്ട പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, ശമരിയക്കാരത്തെ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത് ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല, അതുകൊണ്ട് ആ ബന്ധം പിരിക്കണം. അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം അയാൾ ആ ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവസാനം ആ സ്ത്രീ ആ ഡിസിഷൻ സ്വീകരിച്ചു. ആ സ്ത്രീ ബോംബെയിൽ നിന്ന് ഒളിച്ചോടി. അവർ ഒളിച്ചോടി. എന്തിനു വേണ്ടി? ഈ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എന്നിട്ട് സാറേ, അടുത്തൊരു 6 മാസം ഈ മനുഷ്യൻ വന്ന് ഞങ്ങളുടെ സൺഡേ ആരാധന നടക്കുമ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ വന്ന് കാവലിൽ നിൽക്കുമായിരുന്നു, ഇവർ വരുന്നുണ്ടോ എന്നറിയാൻ, ഇവരെ തിരിച്ചു പിടിച്ചോണ്ട് പോകാൻ. അപ്പോൾ എനിക്കും അത് പൊട്ടൻഷ്യലി ഒരു ഡേഞ്ചറായിരുന്നു. കാരണം ഈ മനുഷ്യൻ എപ്പോഴും ഞങ്ങൾ സഹായത്തിന് ചെല്ലുമ്പോൾ ഇയാളെ താഴെ വന്ന് നിൽപ്പുണ്ട്, ഇവർ വന്നാൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി. അയാൾക്കറിയാം നമ്മളാണ് ഈ പണിയെല്ലാം കാണിച്ചെന്നുള്ളത്. അപ്പം ഞാൻ ആ അനുഭവം വന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയായിരുന്നു. സാറ് ഓക്കെ ആണല്ലോ ഈ സ്ഥലം അല്ലേ? ശരി സാറേ, താങ്ക് യു സാറേ. വലിയ റിസ്ക് എടുത്താ സാറ് സംസാരിക്കുന്നത്, പറഞ്ഞാട്ടെ. ഞാൻ പോലീസുകാരെ ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ലോക്കൽ പോലീസ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവരെങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ളത്. ഞാൻ അവരോട് പോയി എന്തെങ്കിലും ഇൻഫർമേഷൻ പറഞ്ഞാൽ ഉടനെ അവർ പോയി ആണെങ്കിൽ അവര് വിളിച്ചിട്ട് ഈ നടത്തുന്ന ആൾക്കാരോട് വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയും തോമസ് വന്നിട്ടുണ്ട്. അപ്പം ആ എൻറ്റയർ സ്ട്രീറ്റ് ആണെങ്കിൽ അവരാണെങ്കിൽ അവിടുന്ന് ആണെങ്കിൽ ആ പെൺകുട്ടികളെ അവിടുന്ന് മാറ്റും. അത്രയ്ക്ക് എഫിഷ്യന്റ് ആണ് നമ്മുടെ പോലീസുകാര് അവരെ അവിടുന്ന് മാറ്റാനായിട്ട്. ഇപ്പൊ പക്ഷേ ഞാനും ഒരു കളികാരനാണ്. ഞാൻ കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പൊ ഞാന് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയാലും അവരോട് കൂടുതലായിട്ട് അങ്ങനെ ഇൻഫർമേഷൻ പറയത്തില്ലായിരുന്നു എവിടെ നിന്നൊക്കെയാന്നുള്ളത്, എവിടെ ആ പെൺകുട്ടി ഉള്ളതെന്നൊക്കെയുള്ള. അല്ലെങ്കിൽ വോട്ടിപ്പോൾ ഞാൻ മുകളിലുള്ള അഡീഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണറിന്റെ ഓഫീസിൽ പോയി അവരുടെ അവിടുന്ന് ആണെങ്കിൽ റെയ്ഡ് ഓർഗനൈസ് ചെയ്തിട്ട് ഈ പെൺകുട്ടികളെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യുമായിരുന്നു. റെസ്ക്യൂ ചെയ്യുക തന്നെയല്ല, FIR ഫയൽ ചെയ്യുമായിരുന്നു ഈ ബ്രോത്തൽ കീപ്പേഴ്സിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട്. ആൻഡ് എന്നിട്ട് അവരെ ആണെങ്കിൽ പോലീസിൽ കൊടുന്ന് അറസ്റ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് കോടതിയിലാണെങ്കിൽ ഈ കേസ് ആണെങ്കിൽ മുമ്പിലോട്ടാണെങ്കിൽ പോകുമായിരുന്നു. ഞാനൊരു വിറ്റ്നസ് ആയിട്ട് ഞാൻ FIR ഫയൽ ചെയ്തുകൊണ്ട്. അങ്ങനെ പല വർഷങ്ങളാണെങ്കിൽ ഇങ്ങനെ കോടതിയിലാണെങ്കിൽ ഓരോരോ കേസിന്റെ പുറകിലാണെങ്കിൽ എനിക്ക് പോണ്ടി വരുമായിരുന്നു. പക്ഷേ ഐ ഡിഡ് നോട്ട് ഗിവ് അപ്പ്. ഓരോ കേസ് 3 വർഷം 5 വർഷം 7 വർഷം ഒക്കെ ആണെങ്കിൽ നീണ്ടു ആണെങ്കിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടുന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടുന്ന ഈ ബ്രോത്തൽ കീപ്പേഴ്സിനെ ആണെങ്കിൽ കോടതി കൂടുന്ന കൺവിക്റ്റ് ആയിട്ടുണ്ട്. കൺവിക്ഷനിൽ കൂടുന്നാണെങ്കിൽ ഇവരുടെ വേശ്യാലയം ആണെങ്കിൽ സീൽ ചെയ്തിട്ടുണ്ട്, പൂട്ടിയിട്ടുണ്ട്. അതിൽ കൂടുന്നൊക്കെ ഇവർക്കാണെങ്കിൽ എന്നോടാണെങ്കിൽ ഭയങ്കര ദേഷ്യവും എന്നെ ആണെങ്കിൽ തീർക്കാനായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ദേ ഹാവ് ട്രൈഡ് ഓൾ വേസ് ആൻഡ് മീൻസ്. എന്നെ അയൺ റോഡും വോട്ടിപ്പോൾ കമ്പ് കൊണ്ടൊക്കെ ആണെങ്കിൽ കമാട്ടിപ്പുറയിൽ എന്നെ ആണെങ്കിൽ ഓടിച്ചിട്ടുണ്ട്, എന്നെ ആണെങ്കിൽ കൊല്ലാനായിട്ട്. പക്ഷേ ഇരുമ്പടിയും അതുകൊണ്ടൊക്കെ ആണെങ്കിൽ എന്നെ ആണെങ്കിൽ അവിടെ ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവം ആണെങ്കിൽ ഫിലിപ്പിനെ ആണെങ്കിൽ അവിടുന്ന് ആണെങ്കിൽ യൂണക്കിനെ ബാപ്റ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് അവിടുന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അതുപോലെ എനിക്കും അങ്ങനെയുള്ള ഒരു അനുഭവം ഒക്കെ ആണെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യമാണ് ഇന്ന് ഞാനാണെങ്കിൽ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കറേജോ എൻ്റെ ഒരു കോണ്ടാക്ട്സോ ബലമോ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് ദൈവത്തിന്റെ ഒരു കൃപയും ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അങ്ങനെയാണ് കഴിഞ്ഞ
33 വർഷമായിട്ട് ഞാൻ ഒന്നെങ്കിൽ വർക്ക് ചെയ്ത് ബോംബെയിൽ തന്നെയല്ല, ഞാൻ കളിക്കാൻ എന്റെ കസ്റ്റംസിന്റെ ഹോക്കി കളിക്കാൻ പൂനെ പോകുമായിരുന്നു. പൂനെ പോകുന്ന സമയത്താണെങ്കിൽ കളി കഴിഞ്ഞിട്ട് അവിടുത്തെ ചുമന്ന പോകുമായിരുന്നു. ഡൽഹിയിൽ കളിക്കാനും കോൺഫറൻസിനും പോകുന്ന സമയത്ത് അവിടെയുള്ള GB റോഡ് എന്ന് പറഞ്ഞുള്ള അവിടുത്തെ ആണെങ്കിൽ തെരുവിൽ പോകുമായിരുന്നു. കൽക്കട്ടയിൽ കളിക്കാൻ വരുമ്പോഴാണെങ്കിൽ ഇവിടുത്തെ ആണെങ്കിൽ സോണാഗാച്ചി എന്ന് പറഞ്ഞ ഏഷ്യയിലെ ഏറ്റവും വലിയ ചുമന്ന തെരുവാണ് സോണാഗാച്ചി. വലുത് തന്നെയല്ല, ഇത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു തെരുവാണ് സോണാഗാച്ചി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു തെരുവ്. ഇവിടെ കസ്റ്റമേഴ്സ് തന്നെ ആണെങ്കിൽ അവിടെ വരുന്ന അവര് ഈ സ്ത്രീകൾ കൂടി വലിച്ചുകൊണ്ടാണെങ്കിൽ കൊണ്ടുപോയി അവരെ ആണെങ്കിൽ അവരുടെ ഉള്ള ബിലോങ്ങിങ്സ് പൈസയൊക്കെ ആണെങ്കിൽ മോട്ടിച്ചുകൊണ്ടാണെങ്കിൽ പോകും. പക്ഷേ എനിക്ക് ഇവിടെ പോയി ഇവരുടെ ഇടയിൽ ആണെങ്കിൽ വേല ചെയ്യാനായിട്ടുള്ള കൃപ എന്ന് പറഞ്ഞാല് ഞാനൊരു കളികാരനാണ്. ഈ ഇവിടുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഞാൻ പോയി ആണെങ്കിൽ ഇവരെ ആണെങ്കിൽ സ്പോർട്സിൽ കൂടെ നിന്നൊക്കെ ട്രെയിൻ ചെയ്യും. ഇവർക്ക് വേണ്ടി ക്യാമ്പ് പല പ്രാവശ്യം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരിക്കുന്ന ക്രിക്കറ്റർ ടിനു യോഹന്നാൻ, പിന്നെ നാട്ടിൽ നിന്നുള്ള പല നമ്മുടെ ഫുട്ബോൾ കോച്ചസ് ഒക്കെ ആണെങ്കിൽ അവരെ ഇവിടെ കൽക്കട്ട കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഈ പിള്ളേർക്ക് വേണ്ടി കോച്ചിങ് ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവരുടെ കൂടെ ആണെങ്കിൽ ഐ ഹാവ് ബിൽഡപ്പ്. സോ ഈ കുഞ്ഞുങ്ങള് ഇവിടെ വളർന്നു വന്നിട്ടാണെങ്കിൽ നശിച്ചു പോവാതെ ഇവരെ ആണെങ്കിൽ ഫ്യൂച്ചറായിട്ടുള്ള നല്ല സിറ്റിസൺസ് ആയിട്ടാണെങ്കിൽ കാണാനായിട്ടുള്ള ആ ഒരു ഇതിൽ കൂടെ നിന്നാണ് ഞാൻ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി. 1-2 ദിവസത്തെ ഒരു വർക്കോ വേലയല്ല, ഇത് വർഷങ്ങളാണെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനിയും മുമ്പിലോട്ടാണെങ്കിൽ വർഷങ്ങള് വർക്ക് ചെയ്യാനായിട്ട് വന്നെങ്കിലുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. So that is how God has used me in doing this work. സാറേ, സാറിൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു മൂവി ഉണ്ടായിട്ടുണ്ട് അല്ലേ? യെസ്, ഞാൻ ഒരു മൂവി ആണെങ്കിൽ ഫ്ലെക്സ് ടു പ്രൊട്ടക്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മൂവി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആക്ടിങ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഹിന്ദി ബോളിവുഡ് മൂവിയാണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല, കാരണം ഇതെന്റെ ഒരു ലൈൻ അല്ലായിരുന്നു. പക്ഷേ 2019 ഞാൻ ചെന്നൈയില് എന്നെ ലീഡ് ടോക്ക് എന്ന് പറഞ്ഞ ഒരു ടോക്കിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഡയറക്ടർ ഡാനിയൽ, ഹി ഹാഡ് പ്രൊഡ്യൂസ് ദിസ് മൂവി ലീസ്റ്റ് ഓഫ് ദീസ് മൈ ബ്രദർ. അതാണെങ്കിൽ ആ മൂവി ഗ്രാൻഡ് സ്റ്റെയിൻസിനെ പറ്റിയുള്ള ഒരു മൂവിയാണ്. ഈ പുള്ളിക്കാരന് ഡാനിയൽ ഹി സ്പോക്ക് ആൻഡ് ദെൻ ഐ സ്പോക്ക് ആൻഡ് സഡൻലി എൻ്റെ അകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ആണെങ്കിൽ പ്രേരിപ്പിച്ചു ഞാൻ ഇങ്ങനെയുള്ള ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. സോ എനിക്ക് മൂവിയെ പറ്റി ഒരു ഐഡിയ ഒന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചു ആൻഡ് ബോംബെ തിരിച്ച് ചെന്നിട്ടെന്നെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ പോയി അന്നെങ്കിൽ കണ്ട് എൻ്റെ ഈ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ഡിസ്കഷൻ ആണെങ്കിൽ നടത്തി, ഇങ്ങനെ മൂവിയെ പറ്റി എൻ്റെ ഒരു ബയോപിക് ആണെങ്കിൽ ചെയ്യണം, അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതണം എന്നുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ അത് കേട്ടിട്ട് പറഞ്ഞു, വാവ്, വെരി ഗുഡ്, ലൈക്ക് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ പറ്റിയുള്ള ഒരു മൂവിയാണ്, യു വിൽ ഗെറ്റ് ആൻ ഓസ്കർ അവാർഡ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഞാൻ പറഞ്ഞു, എനിക്ക് അവാർഡും വേണ്ട റിവാർഡും വേണ്ട, പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു ഡു ദിസ്. ഇതിൽ കൂടുന്ന നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന, അതാണ് എൻ്റെ മെയിൻ ഫോക്കസ് ഈ മൂവി കൂടുന്ന. അല്ലാതെ എനിക്ക് പേരോ പെരുമയോ അല്ല, ഇതിൽ കൂടുന്ന എനിക്ക് പണം ഉണ്ടാക്കാനായിട്ടുള്ള ഇതല്ല. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാൻ എന്നോട് പറഞ്ഞു വന്നെങ്കിൽ 7 ലക്ഷം രൂപ ആണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ തന്നെ ആണെങ്കിൽ കൊടുക്കണം എന്നുള്ള. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ സ്റ്റോറി ഞാൻ ഈ പുള്ളിക്കാരനോടാണെങ്കിൽ പറയും, പുള്ളിക്കാരനാണെങ്കിൽ ഇന്ന് എഴുതും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് 7 ലക്ഷം രൂപ ഇയാൾക്ക് വേണ്ടി കൊടുക്കണം, ഇയാൾക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ കൊടുക്കണം. സ്ക്രിപ്റ്റിന് തന്നെ ആണെങ്കിൽ 7 ലക്ഷം ആണെങ്കിൽ ബാക്കിയുള്ളതിന് എത്രയുമായിരിക്കും? So I thought that it is not possible by me to pay him. കാരണം ഹിന്ദി ബോളിവുഡ് മൂവിയിലൊക്കെ ആണെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ സ്ക്രിപ്റ്റിൽ കൊടുക്കും. ബട്ട് ദാറ്റ് ഇസ് എ ഡിഫറെന്റ് സ്റ്റോറി. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മണി. ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്നാണെങ്കിൽ ഫൗണ്ടൻ വരെ ഇങ്ങനെ നടന്നു പോവായിരുന്നു ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി. നടന്നു പോയ സമയത്താണെങ്കിൽ റൈറ്റ് സൈഡിൽ
ഞാൻ ഒരു കടയാണെങ്കിൽ കണ്ടു, ഫിലിമിന്റെ ബുക്സ് ഒക്കെ ആണെങ്കിൽ വിൽക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു ആ കടയിലോട്ടാണെങ്കിൽ കയറി ചെല്ലാനായിട്ട്. അങ്ങനെ ഈ കടയിൽ കയറി ചെന്നു. ആ കൗണ്ടറിലാണെങ്കിൽ ഒരു ബുക്ക് ആണെങ്കിൽ ഇരിക്കുന്ന കണ്ടു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇൻ 21 days. പിന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു വന്നെങ്കിൽ ആ ബുക്ക് വാങ്ങിക്കാനായിട്ട്. അങ്ങനെ ആ ബുക്ക് ഞാനാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു. എന്നിട്ട് ഓരോ പേജസ് ഞാനാണെങ്കിൽ അത് വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ രാവിലെ 3 മണിയാകുമ്പം ഞാനാണെങ്കിൽ എണ്ണിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതി, രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എഴുതി. കാരണം എൻ്റെ ഓരോരോ സ്റ്റോറീസ് ആണെങ്കിൽ വലിയ വലിയ സ്റ്റോറീസ് ആണ്. അത് ഈ ഡ്രാഫ്റ്റിൽ കൂടുന്നെല്ലാം ചെറുതാക്കി ആണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഫോമിലായിട്ടാണെങ്കിൽ ആയി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഡയറക്ടറിനെ ഐ ഹാഡ് ടു ലുക്ക് ഫോർ ദ ഡയറക്ടേഴ്സ്. ഓഡിഷൻ ചെയ്തിട്ടാണെങ്കിൽ ആക്ടേഴ്സിനെ ഒക്കെ ഇത് ചെയ്തു. റെക്കി ചെയ്തിട്ട് എവിടെയൊക്കെയാ ഷൂട്ട് ചെയ്യേണ്ടി എന്നുള്ള സ്ഥലമാണെങ്കിൽ കണ്ടുപിടിച്ചു. അങ്ങനെ ആണെങ്കിൽ ഈ ഫിലിം ആണെങ്കിൽ 6 മാസത്തിന്റെ ഉള്ളിൽ എനിക്ക് പൂർണ്ണമായിട്ടാണെങ്കിൽ തീർക്കാൻ പറ്റിയത്. പല പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ ഫിലിം തുടങ്ങിയിട്ടാണെങ്കിൽ they have not completed, but it is only by the grace of God, a person who did not have any idea about production or acting, that I could complete this movie. എനിക്ക് മൂവിയെ പറ്റി ഒരു ABCD അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ ദൈവം എന്നെ എടുത്താണെങ്കിൽ ഉപയോഗിച്ചു. കാരണം ഇത് എന്റെ മഹിമയ്ക്ക് വേണ്ടിയല്ല. കാരണം ഇതിൽ കൂടുന്ന ഈ ഫ്ലെക്സ് ടു പ്രൊട്ടക്ട് മൂവി കൂടുന്ന പലരും കണ്ടിട്ട് അവരുടെ ആത്മീയ കണ്ണുകൾ തുറക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. പ്ലെഡ്ജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഉണ്ട്. ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പക്ഷെ ആ പ്ലെഡ്ജ് ആണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമായിട്ടാണെങ്കിൽ അവിടെ ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണെങ്കിൽ ഒരു പ്ലെഡ്ജ് ആണെങ്കിൽ എടുക്കുന്നത്, മലയാളം വാക്ക് എനിക്ക് അറിയത്തില്ല. ആ പ്ലെഡ്ജ് എടുത്തിട്ട് എൻ്റെ സഹോദരികളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് വി ഹാവ് ടു ടേക്ക് എ പ്ലെഡ്ജ്. ആൻഡ് അതിനാണ് ഞാൻ ഈ മൂവിയുടെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന പ്ലെഡ്ജ് ടു പ്രൊട്ടക്ട്. തുടക്കം മുതൽ അവസാനം വരെ ഈ മൂവി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ പറ്റിയാ. പക്ഷേ ഇതിൽ കൂടുന്നാണെങ്കിൽ ദൈവം എന്നെ എങ്ങനെ എടുത്ത് ഉപയോഗിക്കാന്നുള്ള അതും തുടക്കം മുതൽ അവസാനം വരെ ആണെങ്കിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു യാത്രയിലാണെങ്കിൽ ഈ പെൺകുട്ടികളെ റെസ്ക്യൂ ചെയ്യുന്നത് ഞാൻ പോലീസുകാരുടെ കൂടെ ആണെങ്കിൽ ദ വേ ഐ ഹാഡ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. കോടതി പോയിട്ട് എനിക്ക് എങ്ങനെയാണെങ്കിൽ അവിടെ ആണെങ്കിൽ ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വന്ന് ഇതെല്ലാം ഈ മൂവിയിൽ ഫ്ലെക്സ് ടു പ്രൊട്ടക്റ്റിലാണെങ്കിൽ ഞാനാണെങ്കിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ I would like people to watch this movie, and through this how we can prevent human trafficking. ഒരു പെൺകുട്ടി ഇതിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ ഇത് റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാലും ഈ പെൺകുട്ടിയുടെ അടുത്താണെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ 10 കസ്റ്റമർ 15 കസ്റ്റമർ ആണെങ്കിൽ വന്ന് ചാടുന്നുണ്ട്. ഇതാരാ ഈ കസ്റ്റമേഴ്സ്? അവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഏജ് ഉള്ള ആൾക്കാർ വരുന്നുണ്ട്, പിതാവിന്റെ ഏജ് ഉള്ള ആൾക്കാർ വരുന്നുണ്ട്, അസുഖങ്ങളുള്ള ആൾക്കാർ വരുന്നുണ്ട്, മദ്യപാനികള്, ഡ്രഗ് അഡിക്ട്സ്, ഇങ്ങനെയുള്ള പല പല ടൈപ്പിലെ ആൾക്കാരാണ് ഈ പെൺകുട്ടികളുടെ അടുത്താണെങ്കിൽ വരുന്നത്. പക്ഷേ ഹെൽത്ത് ഓർഗനൈസേഷനും സർക്കാരും എന്താ പറയുന്നത്? ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം എയ്ഡ്സ് യൂസ് കോണ്ടം. ഇറ്റ്സ് എൻ ഈസി സൊല്യൂഷൻ. Is this an answer? So what we have to teach people is to abstain. The only safe sex is abstinence before marriage and faithfulness afterwards. അതാണ് നമുക്കെന്നെങ്കിൽ നമ്മുടെ ആൾക്കാരെ ആണെങ്കിൽ പഠിപ്പിക്കേണ്ടത്. സോ ഈ പെൺകുട്ടികളെ, പ്രായം കുറഞ്ഞ പെൺകുട്ടികളുടെ അടുത്ത് കൂടുതൽ ആൾക്കാരാണെങ്കിൽ പോവും. സോ ഇങ്ങനെയുള്ള ഒരു മാനസിക നിലയിലാണ് നമ്മളാണെങ്കിൽ ഇവരെ റെസ്ക്യൂ ചെയ്യുന്നത്. ഇപ്പൊ റെസ്ക്യൂ ചെയ്തിട്ട് അവരെ ആണെങ്കിൽ ഒരു റീഹാബ് ഹോമിൽ വെച്ചാൽ ഇതിൽ കൂടെ ആണെങ്കിൽ ഒന്നും നേടാൻ പോകുന്നില്ല. ബട്ട് ഇറ്റ് ഇസ് എ ജേർണി. റീഹാബിലിറ്റേഷൻ, ഇറ്റ്സ് എ ലോങ് ജേർണി. യു ഹാവ് ടു വർക്ക് വിത്ത് ദം. യു ഹാവ് ടു see them as your own daughter, as your own sister. പലപ്പോഴും NGOs ഇവരെ എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? കമേഴ്ഷ്യൽ സെക്സ് വർക്കർ, വിമൻ ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെയുള്ള ഒരു പേരിക്കൂടുന്നാണ് ഈ NGOs തന്നെ ഇവരെ ആണെങ്കിൽ അഡ്രസ് ചെയ്യുന്നത്.
സെമിനാർസിനും മീറ്റിംഗ്സും പോകുമ്പം ഇവരെ ആണെങ്കിൽ അഡ്രസ് ചെയ്യുന്നത്. ബട്ട് ആർ ദേ സെക്സ് വർക്കേഴ്സ്? ആർ ദേ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്? ആർ ദേ ബോൺ ആസ് പ്രോസ്റ്റിറ്റ്യൂട്ട്? അവർ ജനിച്ചപ്പം വേശ്യയായിട്ടാണോ ജനിച്ചത്, അതോ നമ്മളാണോ ഇവരെ ആണെങ്കിൽ വേശ്യയാക്കിയത്? സോ I am very much disturbed with the way the NGOs are working, because ഇന്ന് NGOs ആണെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടാണെങ്കിൽ മാറിയിരിക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ആണെങ്കിൽ എല്ലാവരും അങ്ങനല്ല. ഞാൻ കസ്റ്റംസിൽ ജോലി ചെയ്തതാണ്. ആൾക്കാർ ഇപ്പം കസ്റ്റംസുകാർ, ഇൻകം ടാക്സുകാർ, പോലീസുകാർ, ദേ ആർ കറപ്റ്റ്. ബട്ട് ഐ വാസ് നോൺ കറപ്റ്റ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് എവ്രി വൺ ഇസ് ബാഡ്. NGOs ആണെങ്കിൽ ഇതാന്ന് പറഞ്ഞാലും, പക്ഷേ മോസ്റ്റ് ഓഫ് ദം അവരുടെ വർക്ക് എന്താണെന്നറിയാം? കുറെ ഫോട്ടോഗ്രാഫും വീഡിയോ എടുത്തിട്ടാണെങ്കിൽ വെളിയിൽ അയച്ചിട്ടാണെങ്കിൽ ഇതിൽ കൂടുന്ന കുറെ ആണെങ്കിൽ ഫണ്ട്സ് ആണെങ്കിൽ ഇത് ഫോർ ദി എമൗണ്ട് ഓഫ് ഫണ്ടിങ് വെളിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഫണ്ട്സ് ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ന് ഒരു റെഡ് ലൈറ്റ് ഏരിയയും ബോംബെയിലോ ഇന്ത്യയിലോ ആണെങ്കിൽ കാണേണ്ടിയില്ല. കാരണം അത്രയ്ക്കാണെങ്കിൽ ഈ പേരും പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഫണ്ടിങ് വന്നിട്ടുണ്ട്. പക്ഷേ എന്താ നടക്കുന്നത്? ഈ നടത്തുന്ന ആൾക്കാരുടെ പോക്കറ്റും അവരുടെ സാലറിയും അവരുടെ ഓഫീസും അവരുടെ വണ്ടിയാണെങ്കിൽ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. ഈ പെൺകുട്ടികള് അവിടെ തന്നെയായിട്ടാണെങ്കിൽ ഇരിക്കുന്നത്. അത് തന്നെയല്ല, ഈ നടത്തുന്ന ആൾക്കാരെല്ലാം അവരുടെ ഇടയിൽ ഒരു യൂണിറ്റി ഉണ്ട്, ഈ നടത്തുന്ന ബ്രോത്തൽ കീപ്പേഴ്സ്. പക്ഷേ ഈ NGOസിനെല്ലാം അവർക്ക് ഓരോ ആൾക്കാർ ഓരോരോ വിരൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് വലുതാകണം. അല്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടി ആണെങ്കിൽ ഇതിനെ ആണെങ്കിൽ തീർക്കാനായിട്ടല്ല നോക്കുന്നത്. 2009 എനിക്ക് CNN അവാർഡ് കിട്ടിയായിരുന്നു. CNN IBN റിയൽ ഹീറോസ് അവാർഡ് ഫോർ വുമൻ എംപവർമെന്റ്. 2008 അവരെന്റെ അടുത്ത് സമീപിച്ചപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അവാർഡും വേണ്ട റിവാർഡും വേണ്ട, എനിക്കാണെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ടു വർക്ക് ക്വയറ്റ്ലി. They said okay. 2009 അവർ പിന്നെയും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വി നോ ദാറ്റ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ആൾക്കാർക്കാണെങ്കിൽ അറിയണം, ഓർഡിനറി പീപ്പിൾ ഹൗ ദേ ആർ ഡൂയിങ് എക്സ്ട്രാordinary വർക്ക്. ഐ സെഡ് ഓക്കെ, ഐ വിൽ റിസീവ് ദി അവാർഡ്. പക്ഷേ 5 ലക്ഷം രൂപ ആണെങ്കിൽ ഈ അവാർഡ് മണി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ദേ സെഡ് ഇറ്റ് ഇസ് അപ് ടു യു. അപ്പം ആ അവാർഡ് മണി എനിക്ക് 5 ലക്ഷം കിട്ടിയത് 96 96 ഞാനൊരു നേപ്പാളി സിസ്റ്ററിനെ ആണെങ്കിൽ റെസ്ക്യൂ ചെയ്തായിരുന്നു ബോംബെ കമാട്ടിപ്പൂര എന്നുള്ള റെഡ് ലൈറ്റ് ഏരിയ. ആ എൻറ്റയർ അമൗണ്ട് ഞാൻ ആണെങ്കിൽ ഈ സഹോദരിക്കാണെങ്കിൽ ഞാൻ അന്ന് കൊടുത്തായിരുന്നു. ബിക്കോസ് ഐ ഫെൽറ്റ് ഈവൻ ദാറ്റ് അവാർഡ് മണി ഡസ് നോട്ട് ബിലോങ് ടു മീ. ഈ അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ചെയ്തായിരുന്നു. മൈ വിഷൻ, മൈ മിഷൻ ഇസ് ടു സീ ദ ഹോൾ റെഡ് ലൈറ്റ് ഏരിയ ടു ഗ്രീൻ ലൈറ്റ് ഏരിയ. എന്റെ മിഷൻ ചുമന്നതൊരു ഗ്രീൻ ലൈറ്റ് ഏരിയ ആയിട്ട് മാറാൻ വേണ്ടി. അപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള എന്തായിരുന്നു? എന്റെ സർക്കാർ ഉദ്യോഗസ്ഥം. പലപ്പോഴും നമ്മൾ പ്രസംഗിക്കും, നമ്മൾ പല പല വലിയ കാര്യങ്ങൾ പറയും, പക്ഷെ പ്രവർത്തിക്കുകയില്ല. പക്ഷേ 2010 എന്റെ സർക്കാർ കസ്റ്റംസിലെ ജോലിയാണെങ്കിൽ ഞാൻ രാജിവെച്ചു, വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. ഇന്നിപ്പം 14 വർഷമായി ഞാൻ എന്റെ ജോലി രാജിവെച്ചിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു നിമിഷം പോലും അയ്യോ എന്റെ കൂടുള്ള എന്റെ കലീഗ്സ് അവർക്കാണെങ്കിൽ പ്രൊമോഷൻ കിട്ടി, അവര് വലുതായി ഒക്കെ ചിന്തിക്കാനായിട്ടുള്ള ഒരു സമയം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചിന്തിക്കുക പോലും ചെയ്യത്തില്ല. കാരണം ഐ ഹാവ് ബീൻ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആൻഡ് God has provided whatever I needed. And much more than my custom job, I am an ambassador for Jesus Christ. Praise God. Amen. That I feel is much more bigger than my custom job. And that is how God has been using me. ഓരോ നിമിഷവും എൻ്റെ ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കും, ഇത് ഫണ്ടിങ് എവിടുന്നാ വരുന്നത്? ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. കാരണം അവർക്ക് അറിയേണ്ടത് ഫണ്ട്സ് എവിടുന്നാ വരുന്നതെന്നുള്ളത്. ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, 20 വർഷം കസ്റ്റംസി ജോലി ചെയ്തു. ആ സമയത്ത് ഐ ഡിഡ് നോട്ട് റിക്വയർഡ് എനി ദിസ് ബിക്കോസ് ഗോഡ് വാസ് ടേക്കിംഗ് കെയർ ടു മൈ വർക്ക് ആൻഡ് മൈ സാലറി. ഇത് കഴിഞ്ഞിട്ട് വന്നെങ്കിൽ ഐ ഹാവ് നെവർ വെയിറ്റഡ് ഫോർ മണി. ഞാൻ വേല ചെയ്തിട്ടുണ്ട്, ഒരിക്കലും പണത്തിനു വേണ്ടി എന്റെ വർക്ക് നിന്നിട്ടില്ല. ദൈവം സമയത്തിന് അതിന്റെ ഓരോരോ കാര്യത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അത് ഭംഗിയായിട്ടാണെങ്കിൽ നടന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഹൗ ഐ ബീൻ വർക്കിംഗ്. ആൻഡ് ഈ രാജി വെച്ച് കഴിഞ്ഞിട്ട് I have been going to colleges, churches, organizations, and working how we can prevent human trafficking. കാരണം ഇവരെ റെസ്ക്യൂ ചെയ്താലും വേറെ ഒരു സ്ഥലത്ത് വെച്ചാലും ദാറ്റ് ഇസ് നോട്ട് ദി സൊല്യൂഷൻ. കാരണം ഇന്ന് പല കോളേജ് പെൺകുട്ടികളാണെങ്കിൽ ദേ ആർ ഇൻ ടു പ്രോസ്റ്റിറ്റ്യൂഷൻ. ദർ ആർ കോളേജ് ഗൈസ് ഹു ആർ ഗോയിങ് ആൻഡ് വിസിറ്റിംഗ് ദ റെഡ് ലൈറ്റ് ഏരിയ. സോ ഞാൻ കോളേജസിലാണെങ്കിൽ പോയി ഇതിനെപ്പറ്റി സംസാരിക്കും. ഹൗ വി ക്യാൻ പ്രിവെന്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. എന്റെ എക്സ്പീരിയൻസ് എല്ലാം ആണെങ്കിൽ അവരോട് ഷെയർ ചെയ്യുകയും എങ്ങനെ കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ നഴ്സിംഗ് ചെയ്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളെ ബോംബെയില് 5 നിലയുള്ള ഒരു കെട്ടിടത്തിൽ കൊണ്ടുവന്നിട്ടാണെങ്കിൽ 85 മുറിയിലുള്ള ഒരു കെട്ടിടത്തിലാണെങ്കിൽ ജോലി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ടാണെങ്കിൽ ചതിച്ചാണെങ്കിൽ വിറ്റത്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് HIV AIDS രോഗം കിട്ടിയിട്ടാണെങ്കിൽ അവള് മരിച്ചുപോയി. 9 വയസ്സുള്ള തമിഴ്നാടുകാരി ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ നാട്ടിലാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന സമയത്ത് ഏതാണ്ടോ കഴിക്കുകയോ കുടിക്കുകയോ കൊടുത്തിട്ടാണെങ്കിൽ ഡ്രഗ് ചെയ്തിട്ടാണെങ്കിൽ അവളെ കൊണ്ടുവന്നിട്ടാണെങ്കിൽ ബോംബെയില് ബാണ്ടൂപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇജടകള് അല്ലെങ്കിൽ കണ്ണന്മാരെ നടത്തുന്ന സ്ഥലത്താണെങ്കിൽ കൊണ്ടുപോയി ആണെങ്കിൽ വിറ്റു. 12 വയസ്സുള്ള ഈ കുട്ടിയെ ഞാനാണെങ്കിൽ 12 വയസ്സുള്ള സമയത്താണെങ്കിൽ ഈ കുട്ടിയെ ഞാനാണെങ്കിൽ റെസ്ക്യൂ ചെയ്തു. ഈസി അല്ലായിരുന്നു. എന്റെ ജീവനെ തന്നെ പണയം വെച്ചിട്ടാ ഈ കണ്ണന്മാരുടെ ഇടയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ റെസ്ക്യൂ ചെയ്തത്. എന്റെ മൂവിയിൽ as I said, like Flex to Protect, I see them as my own sisters, daughters. നമ്മുടെ ഒരു സഹോദരിയോ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളാണെങ്കിൽ മിണ്ടാതിരിക്കുമോ? പലപ്പോഴും സെമിനാർസിനും മീറ്റിംഗ്സും പോകുമ്പോഴും കമ്മീഷണർ ഓഫ് പോലീസ് NGOs ഒക്കെ ആണെങ്കിൽ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇതില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ സഹോദരികൾ സേഫായി ദേ വിൽ നോട്ട് ബി സേഫ് ആൻഡ് സെക്യൂർ. അപ്പൊ ഞാൻ എണ്ണിച്ചു നിന്ന് അവിടെ ചോദിക്കാറുണ്ട്, ഇത് ഇവരുടെ അപ്പനും അമ്മയും ഇല്ലയോ? ഇഫ് യുവർ ഡോട്ടർ വുഡ് ഹാവ് ബീൻ മിസ്സിംഗ് യു വുഡ് സേ ദ സെയിം തിങ്. നിങ്ങളുടെ മകളോ സഹോദരിയോ ആണെങ്കിൽ മിസ്സായെങ്കിൽ നിങ്ങൾ ഈ സെയിം പറയുമോ? ഇതില്ലെങ്കിൽ ആണെങ്കിൽ what you call our daughters and sisters will not be safe എന്നും പറഞ്ഞുകൊണ്ട് അവരെ വാ പൊത്തിപ്പിച്ചിട്ടുണ്ട് ഞാൻ അന്നെങ്കിൽ. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് റെസ്ക്യൂയിങ് ബട്ട് ഹൗ ടു പ്രിവെന്റ്. ഞാൻ NGO തുടങ്ങിയിട്ടില്ല, ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. കലണ്ടേഴ്സ് ആണെങ്കിൽ പ്രിന്റ് ചെയ്യുമ്പം ഞാൻ കസ്റ്റംസ് ജോലി ചെയ്ത് ഒരു ഓഫീസർ ആയപ്പോൾ എനിക്ക് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും വലിയ ബിസിനസ് ആയിട്ടാണെങ്കിൽ തുടങ്ങാമായിരുന്നു. ബട്ട് ദെൻ ഐ സ്റ്റാർട്ടഡ് പ്രിന്റിങ് കാലണ്ടേഴ്സ്. എന്തോ കാലണ്ടേഴ്സാണ് ഞാൻ പ്രിന്റ് ചെയ്ത് ഓൺ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്സ്, ദ ഡിഫറെന്റ് ലോസ്, ബൈബിളിലുള്ള സ്ലേവറിയെ പറ്റിയുള്ള പല വചനങ്ങള്, വാട്ട് ഹൈ പ്രൊഫൈൽ പേഴ്സണാലിറ്റീസ് ദേ ടോക്ക് അബൌട്ട് human trafficking and slavery. The only safe sex is abstinence before marriage and faithfulness afterwards. And pornography പറ്റിയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഈ കാലണ്ടറിൽ കൂടുന്നാണെങ്കിൽ ഞാൻ പ്രിന്റ് ചെയ്തിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഐ സെൽ ഇറ്റ്. ഫ്രീ ആയിട്ട് കൊടുത്താൽ ദർ ഇസ് നോ വാല്യൂ, കാരണം ഞാൻ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാലണ്ടേഴ്സ്, റിസ്റ്റ് ബാൻഡ് വിത്ത് സേസ് റിയൽ മെൻ ഡോണ്ട് ബൈ വുമൻ സ്റ്റോപ്പ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ബാഡ്ജസ് വിച്ച് സേസ് നോട്ട് ഫോർ സെയിൽ നമ്മുടെ ബാക്ക് പാക്കിൽ ഇടാനായിട്ടുള്ള ബട്ടൺ, കുരിശ്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഐ ബീൻ സെല്ലിങ് ഇറ്റ്. ആൻഡ് വാട്ട് എവർ മണി കംസ് ഐ യൂസ് ഇറ്റ് ടു ഹെൽപ്പ് അതർ പീപ്പിൾ. ദിസ് ഇസ് ഹൗ ഐ ഹാവ് ബീൻ വർക്കിംഗ്. ആൻഡ് in 2021 I could produce this movie, and then soon after that there was this what you call matter which came up in the Supreme Court of India, that is to legalize same-sex marriage. Same-sex marriage ആണെങ്കിൽ ലീഗലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പെറ്റീഷൻ ആണെങ്കിൽ സുപ്രീം കോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പല സഭകളെയും ചർച്ചസിനെയും പാസ്റ്റേഴ്സിനെയും പ്രീസ്റ്റിനെയും കോൺടാക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞു, വി ഹാവ് ടു സ്റ്റാൻഡ്. കാരണം ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഇതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്. പക്ഷേ ആരും റെസ്പോണ്ട് ചെയ്തില്ല. ബട്ട് ദെൻ ഐ സ്റ്റുഡ്. ഐ വാസ് എ റെസ്പോണ്ടന്റ് പെറ്റീഷണർ. സുപ്രീം കോർട്ടിൽ ഞാൻ ഒരു റെസ്പോണ്ടന്റ് പെറ്റീഷണർ ആയിട്ടാണെങ്കിൽ ഫയൽ ചെയ്തായിരുന്നു. വേറെ 1-2 ആൾക്കാരെ ആണെങ്കിൽ ഞാൻ അവർ എൻകറേജ് ചെയ്തിട്ട് ദേ ഓൾസോ ബിക്കേം പാർട്ട് ഓഫ് ദിസ് പെറ്റീഷൻ.
And as a respondent petitioner, I wrote to the Chief Justice of India, Dr. D.Y. Chandrachud, that he has to apologize. Now, I am just an ordinary citizen. Why did I write to the Chief Justice of India he should apologize? കാരണം സെക്ഷൻ 377 ആ ഒരു ജഡ്ജ്മെന്റിലാണെങ്കിൽ ഡോക്ടർ DY ചന്ദ്രചൂഡ് ആസ് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് എഴുതിയിരുന്ന ഡേവിഡ് ആൻഡ് ജോനത്തൻ, ദാവീദും ജോനത്തൻ അവർ ഹോമോസെക്ഷൽസ് ആയിരുന്നു. ഞാൻ എന്റെ കത്ത് എഴുതിയ ചീഫ് ജസ്റ്റിസിനും കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിനും എഴുതി, ഇത് ഏത് ബൈബിളിൽ കൂടെ നിന്നാണ് ഇത് വായിച്ചിട്ട് ഈ ജഡ്ജ്മെന്റ് ആണെങ്കിൽ എഴുതിയത് ഡേവിഡ് ആൻഡ് ജോനത്തൻ ദേ വർ ഹോമോസെക്ഷൽ. ഞാൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് I wrote to him and said, if you had to read your Bible, your judgment would have been different. And I said, ദാവീദ് ഒരു അഡൾട്ടറർ ആയിരുന്നു, മർഡറർ ആയിരുന്നു. And he confessed his sin, that he had done such type of a sin. And it is very clear in the Bible. And how can you say that he was a homosexual? I said, you have to apologize. ഏതോ ഒരു ഗേ ഓത്തർ ആണെങ്കിൽ എഴുതിയിരിക്കുന്ന അത് കോട്ട് ചെയ്തിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജഡ്ജ്മെന്റിൽ എഴുതിയിരിക്കുന്ന ദാവീദും യോനത്തനും they were homosexuals. 2 പ്രാവശ്യം ഞാൻ സുപ്രീം കോർട്ടിൽ പോയി ഞാൻ റെഡി ആയിരുന്നു. If I have to go to jail, I'll go to jail, but I will not keep quiet. ഓപ്പൺ കോർട്ടിൽ I told the Chief Justice of India that he should recuse himself from hearing this petition, same-sex marriage petition. കാരണം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു ജഡ്ജാണ്, പുള്ളിക്കാൻ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് അല്ല LGBTQ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ബട്ട് വാട്ട് വാസ് സീൻ ഇസ് he was supporting the LGBTQ. So as a citizen, I also have got the right to question him, even if he is the Chief Justice of India. But thank God, ദൈവത്തിന്റെ ഒരു കൃപയായിരുന്നു ഈ same-sex marriage petition ലീഗലൈസ് ആയില്ല. അമേരിക്കയിലും വേറെ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ ഇന്ന് ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. പല പല ചർച്ചസ് ആണെങ്കിൽ ഗേ ചർച്ചസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ബിഷപ്സ് ആർ homosexual, priests are homosexuals. So I don't want my country, India, എന്റെ ഭാരതം ഈ ഒരു സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്തിട്ട് I didn't want to keep quiet. കാരണം നമ്മുടെ ഈ രാജ്യത്ത് we have got different religions, we have got different culture, we have got tradition, and there is no country like India. And for this we need someone to stand and say no, even if there is a cost. അതെ സാറേ, ഇതിന് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ മിണ്ടാതിരിക്കുകയില്ലെന്ന് I took a decision, and that is how I stood. And ഇത് കഴിഞ്ഞിട്ടും it was not the end of it. Legally fight ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പുസ്തകം ഇറക്കി, God's Rainbow, what is the causes of same-sex marriage. അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ ഒരു ബുക്ക് ആണെങ്കിൽ ഇറക്കി. കാരണം ഇന്ന് നമ്മുടെ ചർച്ചസിലും ആണെങ്കിൽ പല യുവാക്കള് ആൾക്കാരാണെങ്കിൽ ഈ ഒരു അട്രാക്ഷനിലോട്ടാണെങ്കിൽ മാറുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന ഇത് എഡ്യൂക്കേഷൻ എവിടെ നിന്നാണെന്നറിയാം, യൂട്യൂബിൽ നിന്നും വെളിയിൽ നിന്നും കോളേജസിൽ നിന്നും ഒക്കെ ഉള്ളതാ. അത് തെറ്റായിട്ടുള്ള ഒരു ഇതാണ്, ഇൻബോൺ ആണ്, ജനറ്റിക് ആണെന്നൊക്കെ ഉള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇവരുടെ മനസ്സിൽ ഒത്തിരി നോളജ് കയറിയാണെങ്കിൽ ദേ ഫീൽ ഈ നോളജ് കിട്ടുന്ന ഇത് സത്യമാണെന്നുള്ളത്. പക്ഷേ സത്യം എന്തുവാന്നുള്ളത് ഐ ഹാവ് റിട്ടൺ ഇൻ ദ ബുക്ക്. കാരണം ഗോഡ്സ് റെയിൻബോ ഇസ് 7 കളേഴ്സ്. പക്ഷേ ഈ LGBT റെയിൻബോ എത്രയും കളറാണെന്നറിയാം? 6 കളറാണ്. ആർക്കും അറിയത്തില്ല. അവരുടെയും ലോഗോ ആണെങ്കിൽ എന്താ? റെയിൻബോ ആണ്. ഇതിൽ കൂടുന്ന ആൾക്കാരുടെ മനസ്സാണെങ്കിൽ അവരാണെങ്കിൽ ദേ ആർ ലൈക്ക് ഡൈവേർട്ടിങ് ദർ മൈൻഡ് ഇൻ എ റോങ് വേ. കാരണം സാത്താന്റെ വേല എന്താണെന്നറിയാമോ? ടു സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. അപ്പം സാത്താൻ ആണെങ്കിൽ ഇസ് വർക്കിംഗ്. വി ആർ നോട്ട് സെയിങ് ടു ഹേറ്റ് ദിസ് പീപ്പിൾ. യേശു ക്രിസ്തു ആണെങ്കിൽ ആ സ്ത്രീയെ ആണെങ്കിൽ കല്ലെറിയാൻ കൊണ്ടുവന്ന സമയത്താണെങ്കിൽ he did not say, okay, this is what the law says, throw stones on her. But he questioned those people and he told that woman who was caught in adultery, ആ പാപിയായ സ്ത്രീയോട് പറഞ്ഞു, sin no more, ഇനിയും പാപം ചെയ്യരുതെന്നത്. So
ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ. വി ആർ നോട്ട് ഹേറ്റിംഗ്. ഇവരെ ആണെങ്കിൽ നമ്മളെ ഹേറ്റ് ചെയ്യുവല്ല, ഇവരെ സ്നേഹിക്കുന്നുണ്ട്. കാരണം യേശുക്രിസ്തു വന്ന പാപികൾക്ക് വേണ്ടിയാണ്, പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. ദാറ്റ് ഇസ് ദ റീസൺ ഈസ് കോൾഡ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? ഹേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, പക്ഷേ പാപത്തെ പറ്റി, പാപബോധത്തെ പറ്റിയാണെങ്കിൽ ഇവരോടാണെങ്കിൽ പറയണം, സത്യത്തെ പറ്റി പറയണം. കാരണം സാത്താനാണെങ്കിൽ ഇവരെ എല്ലാം ആണെങ്കിൽ ഇവരുടെ മനസ്സ് തിരിച്ചാണെങ്കിൽ അവരെ ആണെങ്കിൽ ഡൈവേർട്ട് ചെയ്തിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഇതിൽ കൂടുന്നെങ്കിൽ മാറ്റിക്കൊണ്ട് വേറെ ഇതിലോട്ടാണ് കൊണ്ടുപോകുന്നത്. സോ ദർ ഇസ് എ ബിഗ് റോൾ ടു പ്ലേ. ഇറ്റ്സ് നോട്ട് ഈസി because our fight is not against flesh and blood, but against principalities, against powers of darkness of this cosmic world. So there is a big work to be done. നമ്മൾ ചർച്ചിന്റെ 4 വാളിന്റെ അകത്ത് ഇരുന്നിട്ടാണെങ്കിൽ വേല ചെയ്യാൻ പറ്റിയില്ല. There is a cost, there is a sacrifice. അതുകൊണ്ടാണ് ദൈവം ആണെങ്കിൽ എന്നെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ആണെങ്കിൽ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? ആഴത്തിലോട്ട് വലയാണെങ്കിൽ എറിയാനായിട്ട്. ശിഷ്യന്മാർ അവര് മീൻപിടുത്തക്കാരായിരുന്നു, പക്ഷേ അവരോട് യേശുക്രിസ്തു പറയുന്നത് ആഴത്തിലോട്ട് വലയാണെങ്കിൽ എടുത്ത് വീശാനായിട്ട്. അവരുടെ മനസ്സിൽ പേടിയുണ്ട്, ആഴത്തിൽ പോയാലെന്നെങ്കിൽ there is danger. So there is fear in the mind. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞ എന്താ? Don't be afraid, from now on you will catch men. ഭയപ്പെടേണ്ട, ഇനി മുതൽ നിങ്ങൾ മനുഷ്യനെ പഠിക്കുന്ന ആൾക്കാരല്ല, പക്ഷേ you will not be you will be the fishers of men. മീൻപിടുത്തക്കാരല്ല, പക്ഷേ മനുഷ്യരെ പിടിക്കുന്ന മീൻപിടുത്തക്കാരായി മാറും. യെസ്. സോ അങ്ങനെയാണ് നമുക്കാണെങ്കിൽ ആൾക്കാരെ സത്യത്തിലോട്ടാണെങ്കിൽ കൊണ്ടുവരേണ്ടത്, അല്ലാതെ നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ടല്ല. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്ത സമയത്ത് എന്റെ അഗേൻസ്റ്റ് ആയിട്ടെങ്കിൽ ഈ വേശ്യ നടത്തുന്ന ആൾക്കാര്, ബ്രോത്തൽ കീപ്പേഴ്സ്, ഇവരെല്ലാം ഒരുമിച്ച് കൂടിയാണെങ്കിൽ എന്റെ അഗേൻസ്റ്റ് ആയിട്ട് അലിഗേഷൻസ് ആണെങ്കിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവരെ ഹിന്ദു സെക്സ് വർക്കേഴ്സിനെ ക്രിസ്ത്യാനി ആക്കുന്നു എന്നുള്ളത്. എന്റെ കയ്യിൽ എപ്പോഴും ആണെങ്കിൽ വേദപുസ്തകമുണ്ട്. സോ ദേ ഗോട്ട് എ ചാൻസ്. കാരണം ഞാൻ ആണെങ്കിൽ പല പെൺകുട്ടികളെ റെസ്ക്യൂ തന്നെ ചെയ്തല്ല, കോടതി കൂടുന്ന ഇവരുടെ ബ്രോത്തൽസ് ഒക്കെ CV ചെയ്തുകൊണ്ട്. സോ ദേ സ്റ്റാർട്ടഡ് മേക്കിംഗ് അലിഗേഷൻസ്. 2 പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് നോട്ടീസ് വന്നു, ഹൈക്കോർട്ടിൽ നിന്നാണെങ്കിൽ എന്റെ അഗേൻസ്റ്റ് ആയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. സോ ഐ ചാലഞ്ച് ദം. കാണിക്കേ ആരെയാ ഞാൻ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ എന്ത് കമ്മീഷണർ ഓഫ് പോലീസിനാണെങ്കിൽ എഴുതി, ഏതെങ്കിലും ഒരു ക്രിസ്ത്യ പെൺകുട്ടി ഈ ബ്രോത്തൽസിന്റെ അകത്തുണ്ടെങ്കിൽ അവളെ ഹിന്ദു ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവളെ എവിടുന്ന് മാറ്റണം. വാട്ട് എ ഷെയിം യു ആർ സേയിങ് ദാറ്റ് ഹിന്ദു സെക്സ് വർക്കറിനെ ആണെങ്കിൽ ക്രിസ്ത്യനായിട്ടെങ്കിൽ കൺവേർട്ട് ചെയ്തെന്നുള്ള. ഹൗ ക്യാൻ യു കോൾ എ ഹിന്ദു സെക്സ് വർക്കർ? സോ ദിസ് ഇസ് വാട്ട്സ് ഹാപ്പനിങ്. They don't want me to do the work of rescuing, so they make allegations on me. അതെപ്പോഴും അങ്ങനെ സാറേ. കാരണം അതിനെ ഒരു റിലീജിയന്റെ ആംഗിളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ അത് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ. ഞാൻ കൽക്കട്ടയിൽ വന്നത്, ഞാൻ മണിപ്പൂരിൽ പോയെങ്കിൽ എന്റെ ഒരു ബിസിനസ് ട്രിപ്പിൽ ഐ ഹാഡ് ഗോൺ ടു മണിപ്പൂർ. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ശരി. സോ നമ്മൾ ഒരു പ്രാവശ്യം മരിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും ആണെങ്കിൽ നമ്മൾ എല്ലാം ദിവസവും മരിക്കാറുണ്ട്, ഭയം കൊണ്ട്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭയം വന്ന് നമ്മളെ കാന്ന് തിന്നെങ്കിൽ നമ്മൾ മരിക്കുക ചെയ്യുന്നു. സോ വൈ ഷുഡ് ബി ഫിയർ ഡെത്ത്? പക്ഷെ ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വി ഹാവ് ടു ബി ഫുളിഷ്. ഞാൻ 33 വർഷം ഇത് ചെയ്തത്. ഐ ഹാവ് ടു ബി wise enough. So I cannot jump and say I am brave and do the work. ഞാൻ ഓരോ ദിവസവും ഞാൻ എന്തെങ്കിൽ തെരുവിൽ പോകുന്ന സമയത്തോ കോടതി പോകുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞ് എന്റെ വാതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ എനിക്കിനി അറിയേയില്ല ഞാൻ ജീവനോടെ തിരിച്ചു വരുമോ ഇല്ലയോ. എന്റെ ഭാര്യയും 2 പെൺകുട്ടികളാണെങ്കിൽ ഉണ്ട്. യു ടേക്ക് കെയർ ഓഫ് ദം. ഇന്നയോളം തുണച്ചവനെ ഇനിയും തുണയ്ക്കും. എന്റെ ദൈവമാണ് എന്നെ കാത്തു സൂക്ഷിച്ചത്. അതുകൊണ്ട് വൈ ഷുഡ് ഐ ഫിയർ? യു വിൽ ഡൈ ഓൺലി വൺ. എത്രയോ ആൾക്കാർ കോവിഡിലാണെങ്കിൽ മരിച്ചിട്ടുണ്ട്, ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട്, ക്യാൻസറിന്റെ രോഗത്തിൽ മരിക്കുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നുണ്ട്. സോ ഡെത്ത് ഇസ് ഷുവർ. സോ വൈ ഷുഡ് ഐ ഫിയർ ഡെത്ത്?
ബട്ട് ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതം പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കാം. അതെ. യേശു ക്രിസ്തു പറഞ്ഞ എന്താണ്? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്റെ പിന്നാലെ വരുന്നവരാരും അന്ധകാരത്തിൽ നടക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ വെളിച്ചം അന്ധകാരത്തിൽ പോകുമ്പം അന്ധകാരം തന്നെയാണ് നീങ്ങിപ്പോകും. പക്ഷെ ചോദ്യം, ഞാനൊരു വെളിച്ചമാകാൻ തയ്യാറാണോ? അതെ. ഞാൻ എരിയാനായിട്ട് തയ്യാറാണോ? എരിയുമ്പോഴേ വെളിച്ചം കാണത്തുള്ളൂ. സോ ഇറ്റ് ഇസ് നോട്ട് ഈസി. അതെ. വി ഹാവ് ടു സ്റ്റെപ്പ് ഔട്ട്. നമ്മൾ വെളിയിൽ പോകുമ്പം അലിഗേഷൻസ് വരും, പല പല ടൈപ്പിലെ സിറ്റുവേഷൻസ് വരും. പക്ഷേ ദൈവത്തിന്റെ കൃപയുമുണ്ട്, ദൈവത്തിന്റെ സ്വർഗദൂതന്മാർ നമ്മുടെ നാല് ചുറ്റുമുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ആണെങ്കിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും, സത്യത്തിനും നീതിക്കും വേണ്ടി ആണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും. സോ വി ആർ നോട്ട് അലോൺ. പലപ്പോഴും എന്നോട് എന്തെങ്കിൽ ചോദിക്കും, പോകുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ കൂടെ ആരുണ്ട്? കാരണം ചില സ്ഥലത്ത് പോകുന്നതാണെങ്കിൽ എനിക്കാണെങ്കിൽ വേറെ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം ഇത് ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്, സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സ്ഥലവുമാണ്. സോ ഞാൻ പറയും, ഞാൻ തന്നെയല്ല, someone is with me and that is God. ദൈവം എപ്പോഴും എന്റെ കൂടെ ആണെങ്കിലുണ്ട്. അത് എനിക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റില്ല. സോ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്റെ വീണ്ടും ജന്മത്തിന്റെ സമയം മുതൽ ഇന്നയോളം ഇന്ന് വരെ ദൈവമാണ് എന്നെ കാത്തു സൂക്ഷിക്കുന്നത്. എന്റെ കഴിവോ എന്റെ ശക്തിയോ എന്റെ കോണ്ടാക്ട്സോ ഒന്നുമല്ല, ദൈവകൃപ. എല്ലാം ദിവസം രാവിലെ എണ്ണിച്ച് എന്റെ വേദപുസ്തകം ഞാൻ വായിക്കും. എന്നിട്ട് ഇൻട്രോസ്പെക്ട് ചെയ്യും, ദൈവമേ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരണമേ. കാരണം പാവമാണ് ദൈവത്തിൽ കൂടുന്ന നമ്മളെ ആണെങ്കിൽ അകത്തുനിന്ന്. നമ്മുടെ കണ്ണുകള്, നമ്മുടെ കൈ, നമ്മുടെ മനസ്സ്, ഇതിനെയെല്ലാം ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ രക്തത്താൽ കഴുകിയിട്ടാണെങ്കിൽ ദൈവമേ എന്നെ ഒരു ദിവസം മുമ്പിലോട്ടാണെങ്കിൽ കൊണ്ടുപോകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പം ദൈവം എന്നെ ഇന്നയോളം നടത്തിയിട്ടുണ്ട്, ഇനി മുമ്പിലോട്ടും നടത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഓരോ ദിവസവും ഞാൻ മുമ്പിലോട്ട് പോകുമ്പം ഐ ഫീൽ ദർ ഇസ് സോ മച്ച് മോർ ടു ഡു. ഈ കഴിഞ്ഞ 33 വർഷം ഞാൻ ദൈവത്തിന് വേണ്ടി വേല ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇനി റിട്ടയർമെന്റ് ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. പലപ്പോഴും ആണെങ്കിൽ പലരെന്നെങ്കിൽ ഞാൻ ഇത്രയും വർഷം ചെയ്തു, റിട്ടയർ എന്നും പറഞ്ഞുകൊണ്ടെന്നെങ്കിൽ ഇരിക്കാറുണ്ട്. ദർ ഇസ് നോ ടൈം ടു റിട്ടയർ. 6 അടി മണ്ണിന്റെ കീഴിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് റിട്ടയർമെന്റ് ഉള്ളൂ. മിനിസ്ട്രിന്ന് റിട്ടയർമെന്റ് ഇല്ല, കസ്റ്റംസിന്ന് റിട്ടയർ ചെയ്താലും അല്ലയോ? മിനിസ്ട്രി എന്നാണെങ്കിൽ ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ല. കാരണം ദ അമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, കാരണം ഇത് ചെയ്യുന്ന സമയത്ത് ദൈവവേല ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന സന്തോഷം, അത് പണമോ വേറെ ഒന്നും നമുക്ക് തരാൻ പറ്റുകയില്ല. ഇത് ആരും എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ അന്നെങ്കിൽ ഇങ്ങനെ മുമ്പിലോട്ടാണെങ്കിൽ വരുന്നത്. എന്റെ അകത്തുനിന്നുള്ള ഒരു പ്രേരണ, ദൈവമേ ഇനിയും ഞാൻ എന്തോ ആണെങ്കിൽ മുമ്പിലോട്ട് ചെയ്യേണ്ടതെന്നുള്ള പ്രാർത്ഥിക്കുമ്പം ഒരു വേല കഴിയുമ്പം അത് കഴിയുന്നതിന്റെ മുമ്പിൽ തന്നെ വേറെ ഒന്ന് ദൈവം കാണിച്ചു. സോ ഒരു നിമിഷം പോലും ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടെന്നെങ്കിൽ സമയമില്ല. ദൈവത്തിന് നമ്മളിൽ കൂടുന്ന് വേണ്ടി നമ്മുടെ പണമല്ല, നമുക്ക് തന്നിരിക്കുന്ന ടാലന്റ്, നമ്മുടെ സമയമാണ് വേണ്ടത്. അത് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ്. പ്രൈസ് ഗോഡ്. സാറേ, ഒത്തിരി കാര്യങ്ങൾ കേട്ടു. സാറിൻ്റെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്, മണിക്കൂർ പറയാനുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഷോർട്ട് കട്ട് പറയുക നമ്മുടെ വ്യൂവേഴ്സിനോട്. ഈ വീഡിയോയുടെ താഴെ സാറിൻ്റെ ആ മൂവിയുടെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യും. സാറിൻ്റെ ലൈഫ് മുഴുവൻ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അത് ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആകട്ടെ. വളരെ ബോൾഡായിട്ടുള്ള സ്റ്റെപ്സ് എടുത്ത് സോഷ്യൽ കോസസിന് വേണ്ടി നിൽക്കുന്നു. നമ്മുടെ എല്ലാം പ്രാർത്ഥനാ പ്രിയ ആൻസൺ തോമസ് സാറിന് ആവശ്യമാണ്. ഒറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ഞാനൊരു ബിസിനസ്സും തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ബിസിനസ് അല്ല, ചെറിയ ബിസിനസ്. ലൈക്ക് ഇതിൽ കൂടുന്ന വാട്ട് എവർ ഐ സെൽ, ദ ഇൻകം വിച്ച് ഐ ഗെറ്റ്, ഐ യൂസ് ഇറ്റ് for helping other people and such type of a thing. So in case if there is no problem, you can give my number to disturb ചെയ്യാനായിട്ടല്ല, പക്ഷേ ജെന്യൂൻ ആയിട്ടുള്ള ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ I am willing to sell those products to them.
നമ്മളെപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ആ സ്ക്രീനിൽ കാണുന്ന പ്രെയർ ലൈൻ നമ്പറിൻ്റെ അകത്ത് നിങ്ങൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അൻസൺ തോമസ് സാറിൻ്റെ നമ്പറിന് വേണ്ടി. ദെൻ ഐ വിൽ ഷെയർ പേഴ്സണൽ നമ്പർ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതൊരു ബ്ലെസ്സിങ് ആയി മാറും. സാറേ ഒറ്റ ചോദ്യം കൂടെ. സാറ് ബോണഗൈൻ എക്സ്പീരിയൻസ് 91 പറഞ്ഞു. എന്നാൽ പിന്നീട് ഒരു വിശ്വാസത്തിലും ഒരു വ്യത്യാസമൊക്കെ വന്നൊരു അനുഭവം ഉണ്ടല്ലോ. ബാപ്റ്റിസമൊക്കെ എടുത്ത് മുൻപോട്ട് വന്ന ഒരു അനുഭവം. അത് ഏത് വർഷമാണ്? ഞാൻ 91 വാട്ട് യു കോൾ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. പക്ഷേ 2013 ഞാൻ ഐ ടുക്ക് ബാപ്റ്റിസം. അത് ഒരു വലിയ ഒരു ചലഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു അല്ലേ? ഞാൻ മാർത്തോമ സഭയിലുള്ള സമയത്തായിരുന്നു ഞാൻ എന്റെ ബാപ്റ്റിസം എടുത്ത്. ആൻഡ് ഐ കണ്ടിന്യൂഡ് in the Marthoma church thinking that there would be some changes. And what you call അതില്ലെങ്കിൽ എനിക്ക് കൂടുതലായിട്ടാണെങ്കിൽ ഞാൻ ഈ സഭ വിട്ടുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു വാട്ട് യു കോൾ പോയിന്റ് ആൻഡ് ബി ജഡ്ജ്മെന്റൽ ഓൺ എനി ഓഫ് ദോസ് തിങ്സ്. പക്ഷേ ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് ദാറ്റ് ദ ലീഡർഷിപ്പ്, ഞാൻ സുപ്രീം കോർട്ടിൽ പോയിട്ടാണെങ്കിൽ സെയിം സെക്സ് മാരേജിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണെങ്കിൽ ഐ ഹാവ് ടു ഫൈറ്റ്. ഐ വാസ് വില്ലിംഗ് ഈവൻ ടു ഗോ ടു ദ കോർട്ട് ജയിൽ. ഞാൻ എന്റെ ജീവനെ തന്നെ പണയം വെച്ചുകൊണ്ടാണെങ്കിൽ വീട്ടിൽ ഈ കഴിഞ്ഞ 33 വർഷം വർക്ക് ചെയ്ത് എന്റെ ഓഫീസിൽ ഞാൻ കസ്റ്റംസ് ജോലി ചെയ്ത സമയത്ത് ഐ വാസ് നോൺ കറപ്റ്റ് ഓവർ ദർ. ബോംബെയിലുള്ള റെഡ് സ്ട്രീറ്റിന്റെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെ സീനിയർ ഇൻസ്പെക്ടർ 3 പെൺകുട്ടികളെ റെസ്ക്യൂ ചെയ്തിട്ട് പ്രൊട്ടക്റ്റീവ് ഹോമിൽ വെച്ച് തിരിച്ചു വിളിച്ചിട്ട് അവരെയാണെങ്കിൽ ഈ വേശ്യാലയത്തിൽ വിറ്റു. ബട്ട് ഐ സ്റ്റുഡ് ആൻഡ് ഫോട്ട് അഗെയിൻസ്റ്റ് ഹിം. കോടതിയിലാണെങ്കിൽ ഐ മൂവ്ഡ് ആൻ ആപ്ലിക്കേഷൻ. ബിക്കോസ് ഓഫ് ദിസ് ഈ ത്രെട്ടൻ മീ. എന്നെ കൊല്ലാനായിട്ടൊക്കെ ആണെങ്കിൽ അവിടെയുള്ള കമാത്തിപ്പുറയിലുള്ള ആൾക്കാരിൽ കൂടുന്നാണെങ്കിൽ എല്ലാം ട്രൈ ചെയ്തു. ബട്ട് ഐ സെഡ് ദാറ്റ് ഐ വിൽ നോട്ട് കീപ് ക്വയറ്റ്. ഇതിനെയെല്ലാം ഞാൻ വെളിയിലാണെങ്കിൽ ചെയ്തു. പക്ഷെ എന്റെ സഭയുടെ അകത്ത് ഇങ്ങനെയുള്ള സെയിം സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പം, ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ ഐ ഗേവ് മൈ റെസിഗ്നേഷൻ ഫ്രം ദ മാർത്തോമ ചർച്ച്. Because how can I continue in this church? And that is the reason I am out from the Marthoma church. വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് സാർ നടത്തുന്നത്. വളരെ you are a bold person. Because today the world is looking at the church and they are saying, hey, they are not looking at the Catholic or Pentecostal or Marthoma church. They are saying, hey, you Christian people, you are doing like this. So what testimony is it? I'm feeling ashamed. I have to hold my head low. When I have got police officers arrested, I have fought against corruption. But in my church, when such type of things happen, how can I keep quiet? And when I stood and pointed it out, these people, instead of correcting, they have elevated such a person. Okay, sorry, okay. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പോൾ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ചുവടുകളിൽ പ്രാർത്ഥനയിലൊക്കെ മുൻപോട്ട് പോകുന്നു. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഫോർ അവരുടെ ഹൃദയത്തിലും ഈ ഒരു സീഡ് വീഴുവാൻ ഒരു സാറ് ചെയ്യുന്ന ശുശ്രൂഷയെ പോലെ ഒരു ബോൾനെസ്സോട് കർത്താവിന് വേണ്ടി അനേകരെ രക്ഷിക്കുവാൻ അവരുടെ ഹൃദയത്തിലും ആ സീഡ് വീഴാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അനുഗ്രഹം. ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കാം. സാറേ കുഴപ്പമില്ല. Hallelujah. Hallelujah. Thank you, Lord. Thank you, Heavenly Father, for this wonderful time that you have given us, O Lord, through Azad TV, and also to Pastor Finney, O Lord, that we could talk about godly things, O Lord Jesus. And Father, your word says, ask anything in your name, O Lord. Father, we ask, O Lord, for all the viewers, O Lord, we pray for your blessing, your anointing on them, O Lord, your anointing of the Holy Spirit, the gift of the Holy Spirit, O Lord, so that their eyes are open and that you will use them in a great and mighty ways to be a witness and testimony, so that they will bear fruit 30, 60 and 100 times, O Lord. And Father, we pray that you touch them and heal them, O Lord. And Father, we pray, O Lord Jesus, in the days to come, that you will use them as a light, O Lord, so that they will burn and shine for you, and darkness will go away, and India will be saved for Jesus, and the whole world will be saved for Jesus, O Lord. So I pray for your blessing, your anointing, O Lord, on each and every one of the viewers and those who will be watching this, O Lord. So Father, I submit myself to you, O Lord Jesus. I cannot boast anything about myself, but humble myself. How great thou art, O Lord. How you have
worked in my life, O Lord, that I too was a sinner, that you saved me, O Lord, you washed me, O Lord, and you gave me a new life. Once again, I'm thanking you and submitting myself and all the viewers and blessing this Azadi TV, O Lord. We ask this prayer in the mighty name of our Lord and Savior Jesus Christ. Amen. 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 താങ്ക് യു സാർ. ഒത്തിരി നന്ദിയുണ്ട് ഇത്രയും സമയങ്ങൾ. എനിക്കറിയാം നല്ല ഉച്ച വെയിലിൽ വെളിയിൽ നിന്ന് വെയിലെല്ലാം കൊണ്ടുകൊണ്ടാണ് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്. സ്വർഗത്തിൽ ദൈവം ഒത്തിരി പ്രതിഫലം നൽകട്ടെ. താങ്ക് യു. നന്ദി. സന്തോഷമേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. നന്ദി ഒത്തിരി നന്ദി പറയുന്നു. മേശക്ക് ആൻഡ് അബേദ്നെഗോ അവരെ ആണെങ്കിൽ തീച്ചൂളയിൽ ഇട്ടപ്പം they were ready to go in the fire, but God was there with them. Praise God. Thank you. God bless you. Thank you, sir. Thank you all. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. God bless you. Thank you for watching.